മോഡൽ ചന്തയിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് ബാഗൽപുരിയില് 3 പീസിന്റെ കോൺസെപ്റ്റ് അല്ലേ? നിലത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ബണ്ടലൊക്കെ വന്നൂലോ കുറെ. ഓ എന്ത് രസാന്ന് നോക്കിയ പാവാട. വിചിത്രയില് ത്രെഡ് വർക്ക് അല്ലെ? 3XL വരുന്നുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഇത് ഫുൾ ഇവർക്ക് സ്റ്റോക്ക് സൂക്ഷിക്കുന്ന സ്ഥലം. കോട്ടയില് ത്രെഡ് വർക്ക്. കോൺവെന്റ് റോഡ് അല്ലെങ്കിൽ കോൺവെന്റ് ജംഗ്ഷൻ എന്നൊക്കെ പറയും. ഇത് ചെക്ക് കോട്ടയില് ഹാൻഡ് വർക്ക് ചെയ്തത് 46 ലെങ്ത് ആണ് ഞങ്ങൾ എല്ലാ കുർത്തീസിനും. ഇതും ഡിജിറ്റൽ തന്നെയാണ്, ഇതും ഡിജിറ്റൽ തന്നെയാണ്. ഇത് വരുന്നത് നമുക്ക് ഇത് മൽക്കോട്ടൻ ടിഷ്യൂല് ഡിജിറ്റൽ കലി ടൈപ്പ് അനാർക്കലി സ്റ്റൈലില് ജോർജറ്റില് ഒരു ഫ്രോക്ക്. നഗരി കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കുർത്തി വരുന്നത്. റയോണില് ലെവൻഡർ രംഗോളിയില് വർക്ക് വന്നിട്ടുള്ളത്, പാച്ച് വർക്ക് വന്നിട്ടുള്ളത്. ഈ ഇലാസ്റ്റിക് ഒന്നും വലിഞ്ഞു പോകില്ല കേട്ടോ, കംപ്ലൈന്റ് വരികയില്ല. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നമ്മൾ വന്നിരിക്കുന്ന 2 ഫ്ലോർ ആയിട്ടുള്ള വലിയ ബിൽഡിങ്ങിൽ നിറയെ കുർത്തീസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എക്സാക്ട് സ്പോട്ട് പറയുകയാണെങ്കിൽ ഈ കാണുന്നതാണ് കോൺവെന്റ് റോഡ് അല്ലെങ്കിൽ കോൺവെന്റ് ജംഗ്ഷൻ എന്നൊക്കെ പറയും. അവിടുന്ന് ജസ്റ്റ് 2 അടി അല്ലെങ്കിൽ ഒരു 10 അടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോണത് ദേവകന്യ. ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്, ദേവകന്യക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ബാക്കി കാണാം. ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ ചെറിയൊരു സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുക. കുറച്ച് ഡമ്മികളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്, നല്ല നല്ല കുർത്തീസൊക്കെ ആയിട്ട്. പക്ഷേ ഇതിനേക്കാളും നല്ല നല്ല വെറൈറ്റീസ് നമുക്ക് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ മുകളിൽ. അപ്പോൾ 2 ഫ്ലോറിലും മൊത്തം നല്ല നല്ല വെറൈറ്റി ഐറ്റംസ്. അപ്പോൾ അതിലത്തെ ഒരു കുർത്തിയാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമുക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ കൂടെ കണ്ടല്ലോ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ത്രൂ ആണ് കയറേണ്ടത്. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലത്തെ ഒരു ഫസ്റ്റും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ മൊത്തം 2 ഫ്ലോർ ആയിട്ടുള്ള മൊത്തം ദേവകന്യ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കയറാം. നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 എൻട്രൻസ് ഉണ്ട്, ഒരെണ്ണം അപ്പുറത്തെ സൈഡും ഒരെണ്ണം ഇപ്പുറത്തെ സൈഡ്. ഏത് എൻട്രൻസിൽ കൂടെ കയറിയാലും നമുക്ക് ഇവിടേക്ക് എത്തും. അപ്പോൾ എവിടെയാ സ്ഥലം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ചോദിക്കാം. ഈ ഒരു മുഖം പരിചയം ഉണ്ടോ? എവിടെയെങ്കിലും കണ്ടോ? ഇത്തിരി സുന്ദരിയായിട്ടില്ലേ? ദേവകന്യയിലത്തെ ഓണറാണ് കേട്ടോ. അപ്പോൾ വെൽക്കം. ഞാനല്ലേ വെൽക്കം പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ ഇതിന് മുന്നേ കണ്ടുപരിചയം ഉണ്ടോ എന്ന് ചോദിച്ചത് കോഴിക്കോട് വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ കോഴിക്കോട് ഒരു ഷോപ്പ് ഉണ്ട്. ഷോപ്പ് വലിയൊരു ഷോപ്പ് തന്നെയാണ്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് എറണാകുളത്ത് അതിനേക്കാളും അക്രമമായിട്ടുള്ള സ്പേസാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ മുകളിൽ കയറിയപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസും സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഫ്ലോർ അല്ലേ മൊത്തം. അപ്പോൾ എന്താണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്? മെയിനായിട്ട് ഞങ്ങൾക്ക് കുർത്തീസാണ്, പിന്നെ ടോപ്പും ബോട്ടോ ആയിട്ടുണ്ട്, പിന്നെ 3 പീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ലേഡീസിന്റെ ഐറ്റംസ്, കുർത്തീസ്, പിന്നെ 2 പീസ്, 3 പീസ്, ബോട്ടം ഉണ്ട്. ബോട്ടം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര കംഫർട്ടബിൾ. സാധാരണ നമ്മൾ ജോർജറ്റിന്റെ ഒക്കെ കുറേ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ജോർജറ്റ് വിട്ടിട്ട് ഒരു ജോർജറ്റ് തന്നെ, അതെ, ബാട്ടിക് പ്രിന്റിൽ അത് കുറേ തരം ജോർജറ്റ് വരുന്നുണ്ട്. അതിൽ സോഫ്റ്റ് ജോർജറ്റ് വരുന്നുണ്ട്, അങ്ങനെ. അപ്പോൾ അതിൽ ഇതിലും കളർ ചാർട്ട് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കടയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തെ സൈഡും വരുന്നത് മൊത്തം കുർത്തീസ്. അതിൽ പല മെറ്റീരിയൽസിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് കാണിക്കണ്ടേ കുർത്തീസ്? കുട്ടികളെ ഒന്ന് ഉഷാറാവൂ, കുട്ടികൾ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഇതാ. അപ്പോൾ മോളിലും അത്യാവശ്യം മൊത്തം സ്റ്റോക്കും കൂടിയാണ് വയ്ക്കുന്നത് അല്ലേ മോളിൽ? എന്നാ പിടിച്ച ഇത് കാണിക്കുന്നതിനേക്കാളും മുന്നേ ഈ ഒരു വർക്കിനെ കുറിച്ചൊന്ന് കാണിക്കുന്നുണ്ട്. നല്ല വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കോഴിക്കോട് വീഡിയോ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡിന്റെ മെറ്റീരിയൽസ് കൊണ്ടാണ് ഇതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും. എത്ര കളറൊന്നും പോവില്ല, പൊളിയില്ല. അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഹാൻഡ് വർക്കിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിനും കളക്ഷൻസ് നമുക്ക് ഇനി വഴിയെ കാണിക്കാം. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് മൽക്കോട്ടനിലാണ് ഫ്രോക്ക് സ്റ്റൈല്. ഓക്കെ, 2 ടയർ ആയിട്ട് വരുന്നതാണ്. പിന്നെ ലൈനിങ് അടക്കമാണ് വരുന്നത്. ലൈനിങ് വരുന്നത് ഉള്ളിലത്തെയും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത്. കോട്ടൺ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ മൽക്കോട്ടൻ്റെ ഇതിനും ഒരുപാട് കളർ ചാർട്ടുണ്ട്. പുറത്തെ ഡമ്മിയിലും ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് അല്ലേ? അപ്പോൾ ഏതെടുത്താലും അതിൻ്റെ ഡിഫറെൻറ്റ് കളർ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇത് അതിനേക്കാളും അടിപൊളി. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂല് ഡിജിറ്റൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ എംബ്രോയിഡറി വർക്ക് ചെയ്താണ്. അത് ഗോൾഡിന്റെ എംബ്രോയിഡറി വർക്ക് അല്ലേ? ഇതിലും നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ കളേഴ്സ് ഒക്കെ കാണണ്ടേ നമുക്ക്? ഇതാണ് കേട്ടോ ഇതിന്റെ കളേഴ്സ് വരുന്നത്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന കളർ ഈ ഒരു കളറാണ്. ഇതിൽ 2-3 കളേഴ്സ് ഉണ്ട്. അപ്പോൾ സൈസസ് ഒക്കെ എങ്ങനെയാണ് വരിക? M2 XXL സൈസ് കേട്ടോ. ടിഷ്യൂന്റെ മെറ്റീരിയൽ ആണ്, നല്ല ഫൈൻ
ഫിനിഷിംഗ് ആണ് ഇവരുടെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ. യൂണിറ്റും ഉണ്ട് കേട്ടോ, അത് പ്രത്യേകം എടുത്ത് പറയണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂണിറ്റിലേക്കൊക്കെ പോയി, അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ യൂണിറ്റ് ഒന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഒരു എത്ര 7-8 യൂണിറ്റ്, 9 യൂണിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ 9 യൂണിറ്റ് ആകാം. അതിലത്തെ ഞാൻ 2-3 യൂണിറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 9 യൂണിറ്റ്. ഇനി സ്റ്റിച്ചിങ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? വരും, അടുത്ത് വന്ന് കാണാം നമുക്ക്. ഫിനിഷിങ്, ഇവരുടെ ഫിനിഷിങ് സെയിം ആ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ, നൂലിട്ട് ത്രെഡ് ഇട്ടിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഇത് രംഗോലി ഫാബ്രിക്, രംഗോലി സിൽക്ക് ഫാബ്രിക് ആണ്. അത്യാവശ്യം നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. മിഷൻ വർക്ക് ചെയ്തതാണ്. മിഷൻ വർക്ക്. ഇനി ഈ ഒരു മിഷൻ വർക്ക് അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഹാൻഡ് വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്ത് തരൂ അല്ലേ? എങ്ങനെ എന്ന് വെച്ചാൽ ഇവരുടെ സ്വന്തം യൂണിറ്റ് ആണ്, എല്ലാതും സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മെറ്റീരിയൽ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് 46 ലെങ്ത് ആണ് ഞങ്ങൾ എല്ലാ കുർത്തീസിനും. സാധാരണ 44 അങ്ങോട്ടല്ലേ? എല്ലാം 46 ആണ്. അപ്പോൾ ലെങ്ത് ഹൈറ്റ് ഉള്ളവർക്കും വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് 3/4 ആണ് സ്ലീവ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു കളക്ഷൻ വരുന്നത്. ഇത് സ്ട്രേറ്റ് കുർത്തിയാണ് കേട്ടോ. അങ്ങനെ വർക്കുകൾ, ഇത് ചെക്ക് കോട്ടയിൽ ഹാൻഡ് വർക്ക് ചെയ്തത് സ്ട്രേറ്റ് കുർത്തി. ഹാൻഡ് വർക്കും നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഒന്ന് സൂം ചെയ്താൽ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും ക്വാളിറ്റിയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാതും എടുക്കുകയാണെങ്കിൽ അതിലെല്ലാത്തിലും നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി കളർ ചാർട്ടൊക്കെ ഏത് ഭാഗത്തായിരിക്കണേ? ഈ ഭാഗത്തായിരിക്കണേ. വരൂ, ഈ ഒരു കളർ ചാർട്ട്. ആ അടിപൊളി ഷെയ്ഡുകളാണല്ലോ ഒക്കെ ഇരിക്കുന്നത്. ഒക്കെ നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ. ഇതൊക്കെ ഡസ്കി പിങ്ക്, അതുപോലെ തന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ, ഓഫ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് പ്ലാസ്റ്റിക്കിൽ ഇട്ട് അഴുക്കാവുന്നതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൽ. അത് മനസ്സിലായി. അത്രയും സൂക്ഷിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് വരാൻ സാധ്യത കുറവുള്ളവർക്ക് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് നമുക്ക് കോഴിക്കോട് ഒരു ഷോപ്പും കൂടി ഉണ്ട്. കോഴിക്കോടാണെങ്കിൽ നമുക്ക് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീഡിയോ കോൾ ചെയ്യേണ്ട കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ജോർജറ്റിൽ ഇത് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് അതിൽ വർക്ക്, ഇത് എംബ്രോയിഡറി ചെയ്താണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർക്ക് പോയിട്ടുള്ളത് അല്ലേ? ഇതിലെ കളേഴ്സ് ഇത് ഒരു ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതൊരു പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിന്റെ മുകളിലാണ് ഞങ്ങൾ എംബ്രോയിഡറി ചെയ്തത്. ഒന്ന് നോക്കിയോക്കെ, ബ്രഷ് പെയിന്റ് ആണല്ലേ ഇത്? അങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. എംബ്രോയിഡറിയുടെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അത് നമ്മുടെ ഓൺ ഡിസൈനിൽ നമ്മൾ ചെയ്യണതാട്ടോ. ഇത് എങ്ങനെ വേണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഓൺ ഡിസൈനിൽ ചെയ്തെടുക്കുന്നതാണ്. ഇത് വരുന്നത് ഇതൊരു മോഡൽ ചന്തേരിയിൽ വർക്ക് ചെയ്തതാണ്. മോഡൽ ചന്തേരിയിൽ ഫ്രണ്ട് പോർഷനിൽ ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. അത് ഫ്രണ്ട് പോർഷനിലാണ് ഫുൾ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ സ്ലീവിൽ വർക്ക് വേണോ, എങ്ങനെ വേണമെങ്കിലും അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കെട്ട് വൈസ് ആണ് എടുക്കേണ്ടത്, കാരണം ഇത് ഹോൾസെയിലാണ്. ഹോൾസെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അത് M2XX ആയിരിക്കും ഒരു കെട്ടുണ്ടാകും. എന്തായാലും അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. ഓക്കെ, M2XXL എന്ന് പറഞ്ഞിട്ട് ഇതാ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, അങ്ങനെ 4 എണ്ണത്തിൻ്റെ ഒരു കെട്ടാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ. ഇനി എത്ര വേണം, എങ്ങനെ വേണം, അതൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. പക്ഷേ സൈസ് ബേസ് ആയിട്ട് നമുക്ക് അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നല്ലൊരു ഫുൾക്കാരിൽ എയർലൈൻ ചെയ്താണ്. പ്രിൻസസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട്. പ്രിൻസസ് കട്ട് ചെയ്തിട്ട് എയർലൈൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നല്ല ഷേപ്പിൽ ചെയ്യും. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഏതെടുത്താലും അതിലും നമുക്ക് 4 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും. ഇനി ഇതിന്റെ ഫിനിഷിങ്ങും സ്റ്റിച്ചിങ്ങും ഇതുവരെ നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് കാണിക്കുന്നത്. കണ്ടോ, ഫുൾ ഫിനിഷിങ്ങും സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫുൾക്കാരി വർക്കിൽ. ഇതിന്റെ കളർ ഓപ്ഷൻസ് എവിടെയാണ് വരുന്നത്? മുകളിലാണ്, കൂടുതലും മുകളിലും സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വരികയാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട്, ഇത് മോഡൽ ചന്തയിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് ഇവിടെ ഒരു മിഷൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളവർക്ക്. അല്ല, നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റി കുറെ ചെയ്യുന്നുണ്ടല്ലേ? എങ്ങനെയാണ് എന്നിട്ട് ഇതിവിടെ ഇനി ഫ്ലീറ്റ് വേണമെന്ന് പറയാം. മെറ്റർണിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടോ? മെറ്റർണിറ്റി ചെയ്യുന്നുണ്ട്. അത് ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതൊരു കോട്ടൺ ഫാബ്രിക് ആണ്. കോട്ടണിൽ ത്രെഡ് വർക്ക് കമ്പ്യൂട്ടർ ത്രെഡ് വർക്ക് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് ലാർജ് ആണ് ഇപ്പോൾ സൈസ് വരുന്നത്. ഇതുവരെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് സൈസ്, ഞാൻ നോർമലി യൂസ് ചെയ്യണത് എപ്പോഴും പറയുന്നത് ലാർജ്, പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്നത് മീഡിയം ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മീഡിയം മേടിച്ചു കഴിഞ്ഞാൽ മീഡിയംകാർക്ക് കൂടാം, അതുപോലെ ലാർജുകാർക്ക് കൂടാം. സൈസ് കുറച്ച് വലുതാക്കും. പിന്നെ സീം ലെങ്ത് ഞങ്ങൾ കൂട്ടിയാണ് ഇടുന്നത്. അതായത് ഇത് മാർജിൻ കൂട്ടിയിട്ടുണ്ട്. ഇത് ഹക്കോബയിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തത്. അതെ, അനാർക്കലി സ്റ്റൈലില്. അപ്പോൾ എല്ലാത്തിലും മാർജിനും കല്ലി
കലി സ്റ്റൈലില് അതിൽ ഒരു 8 പാനലത്തോളം ഉണ്ടാവും. ആ പാനലിലും ഫുൾ വർക്ക് ഇങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മാർജിൻ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം മാർജിനും ഉണ്ടാവും. മറിച്ചിട്ടാലും അറിയാം മാർജിൻ കണ്ട. ആരും നമ്മളെല്ലാം സാധാരണ റെഡിമെയ്ഡ് ഇത്ര തൊട്ടാണ് മാർജിൻ ചെയ്യുള്ളൂ. ഞങ്ങൾ ഒരു സൈഡിൽ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് മാർജിൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ 3 ഇഞ്ചിന്റെ നമുക്ക് ഡിഫറൻസ് നമുക്ക് കിട്ടും. 2 സൈഡിലാവുമ്പോൾ 1.5 വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതില് അടുത്തത് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതിന്റെ കളർ ചാർട്ടും കാണിച്ചു കേട്ടോ. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള കളർ ചാർട്ടാണ് ഇതിനുള്ളത്. ഇതും എംബ്രോയിഡറി ചെയ്താണ്, എംബ്രോയിഡറി വർക്കിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഇതാണ് ഇങ്ങനെ ഇരിക്കുമ്പോ എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത്രയും കളർ ഓപ്ഷൻ ഒക്കെ പേസ്റ്റൽ ഷെയ്ഡാണ് അല്ലേ? ആ അടിപൊളി. ഒക്കെ പേസ്റ്റലിലാണ് വരുന്നത്. അതുപോലെ 4-5 ഷെയ്ഡ് അങ്ങോട്ട് 4-5 ഷെയ്ഡൊക്കെ ആകെ കണ്ണ് ഇതായിട്ട് ഇരിക്കണം മൊത്തം കളേഴ്സ് ഒക്കെ കാണുമ്പോഴേ. ഇത് ജയ്പൂർ പ്രിന്റിലെ ഒരു ഫ്രോക്കാണ്. അതിൽ സ്ലീവിലും ഇങ്ങനെ കെട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, സ്ലീവ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടാനുള്ള ഒരു ഓപ്ഷൻസും വന്നിട്ടുണ്ട്. ഇതിലും അത്യാവശ്യം ഫ്ലയർ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല ടൈപ്പ് കോട്ടൺ ആട്ടോ. 60 കോട്ടണിൽ നല്ല ടൈപ്പ് പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇനിയും നമ്മൾ പെട്ടെന്ന് കളക്ഷൻസ് കൂടുതൽ കാണിക്കാൻ ശ്രമിക്കുക. കാരണം കാണിച്ചാലും തീരില്ല, അത്ര അധികം ഉണ്ട്. ഇതിപ്പോൾ താഴത്തെ ഫ്ലോറും മുകളിലത്തെ ഫ്ലോറിലും ജോർജറ്റിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത ഒരു ഫ്രോക്ക് പിന്നെ ബെൽറ്റ് അടക്കം നമുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ബെൽറ്റ് അടക്കം നമുക്ക് കെട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഫുൾ പ്രിന്റ് വന്നിട്ടുള്ളത്. ഇതൊരു ടിഷ്യൂ മെറ്റീരിയൽ വർക്ക് ചെയ്തത്, താഴെ മുകളിലും കൂടി വർക്ക് ചെയ്തത്. നല്ല നമുക്ക് ഏതൊരു ഒക്കേഷനും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ. പക്ഷെ എന്നാൽ ഇതിലും കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതും ഫുൾക്കാരിയിലെ ഡിജിറ്റൽ അതും സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. ഇനി സ്ട്രെയിറ്റ് വേണ്ട, നമുക്ക് ലൈൻ ചെയ്യാം അങ്ങനെ വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ അത് ഇത്ര ബൾക്കായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഇത് കുറച്ച് വെറൈറ്റി ആണ്. മോഡൽ ചന്തേരിയിൽ നമ്മൾ പ്രിന്റ് ചെയ്തതാണ്, ഡിജിറ്റൽ പ്രിന്റ് അല്ലേ? ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതേ സെയിം പ്രിന്റ് തന്നെ നമുക്ക് സ്ലീവിന്റെ ഈ ഒരു പോർഷനിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കളർ ഓപ്ഷൻസ് ഇവിടെ എവിടെയോ ഉണ്ട്. ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ഒക്കെ നല്ല ഷെയ്ഡ്സ്, ഒക്കെ നല്ല ഗ്രേ ആഷ്, ആ ഒരു നല്ല ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്ന കളക്ഷൻ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് ഇത് നിങ്ങൾ ഇട്ടതാന്ന് തോന്നുന്നു. ഇങ്ങടെ ഇറങ്ങി രണ്ടാളും ഡെമോ കണ്ടോ. ഇത്ര അല്ല, ഇനിയുണ്ട് കളർ ചാർട്ട്. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, മെറ്റർണിറ്റി വെയർ വേണമെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാം. അത്രയും ഫ്രീ ആയിട്ട് എടുക്കും. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. വെയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ കുറച്ച് ലൂസാണ്. ഇതിപ്പോൾ സൈസ് വരുന്നത് മീഡിയം. നിങ്ങളൊക്കെ സ്മോൾകാരാണല്ലേ? ഞങ്ങളൊക്കെ സ്മോൾകാരാണെന്ന് എന്നുവെച്ചാൽ മീഡിയം ഉള്ളവർക്ക് സ്മോൾ യൂസ് ചെയ്താൽ മതി. അത്രയ്ക്കും ലൂസായിട്ട് കിടക്കുക. ഇനിയിപ്പോൾ ഇവർ സ്മോളാണെങ്കിൽ എക്സ്ട്രാ സ്മോൾ യൂസ് ചെയ്യേണ്ടി വരും. അത്രയ്ക്കും മാർജിനും അത്രയ്ക്കും ഇതായിട്ട് കിടക്കുന്നതാണ്. വിചിത്ര സിൽക്കിലാണ്. ഇത്രയ്ക്കും ഫ്രീ ആണ് കേട്ടോ. ഇത് ഇവിടെ തുണി കണ്ടോ, അത്രയും ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റർണിറ്റി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ ചാർട്ട് അതിൽ 4 കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ ഈ കളറാണ് നമ്മൾ ഇടാത്തത്. ബാക്കി കളേഴ്സ് ഒക്കെ നമ്മൾ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ടത്, ഇത് ഞാൻ പിടിച്ചത്, ഇത് നമ്മൾ ഇട്ട് കാണിക്കാത്തത്. അങ്ങനെ 4 ഓപ്ഷൻസ് വരുന്നുണ്ട് വിചിത്ര സിൽക്കിൽ. അങ്ങനെ ഇട്ടിപ്പോൾ സുഖം ഉണ്ടോ, സോഫ്റ്റ് ഉണ്ടോ? നല്ല കംഫർട്ട് ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് കേട്ടില്ല. നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ യൂണിഫോം ആണത്? അങ്ങനെയൊന്നുമില്ല, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഇട്ടു. ഓക്കെ, അടുത്തത് ഒന്ന് കാണിച്ചു തരൂ. വയലറ്റ് വിചിത്രയിൽ വന്ന എംബ്രോയിഡറി ലെവൻഡർ ഷെയ്ഡ് കേട്ടോ. വിചിത്രയിൽ ത്രെഡ് വർക്ക് അല്ലേ? അതിൽ ഗോൾഡൻ്റെ ഒരു ത്രെഡ് വർക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ആ ടൈപ്പ് തന്നെയാണ്, വ്യത്യാസം ഉണ്ട് അല്ലേ? ഈ ഫ്ലീറ്റ് പക്ഷെ ഒക്കെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് അല്ലേ? നല്ല ഒക്കെ ഒരേ ലെവലിൽ നല്ല ഭംഗിയിലാണ്. ഓരോരോ ഫിനിഷിങ്ങിലാണ് ഇതിവിടെ ഒക്കെ കളർ ചാർട്ട് ഒക്കെ ഒരു ഇതിൽ വെക്കുമ്പോൾ ഒരു കളർ ചാർട്ട് എല്ലാത്തിൻ്റെയും അങ്ങനെ വെക്കൂല്ലേ? ഇത് വിചിത്രയില് കളർ ചാർട്ടിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് ഇത് നമ്മളെ കോട്ടാച്ചക്കിൽ ഹാൻഡ് കയ്യിൽ മാത്രം മിഷൻ വർക്ക് ചെയ്തത്. അപ്പൊ ഇതിപ്പോ കാണിക്കുന്ന മൊത്തം നമ്മൾ കുർത്തീസ് മാത്രമല്ല, 2 പീസ് 3 പീസ് മുകളിലാണ്. 2 പീസും 3 പീസും ഒക്കെ മുകളിലാണ്. അപ്പൊ താഴത്ത് മൊത്തം നമുക്ക് കുർത്തീസ് മാത്രമാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ കളർ ചാർട്ട് ഈ കാണുന്നതൊക്കെ കളർ ചാർട്ടുകളാണ് വരുന്നത് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തത് ഷർട്ട് കോളർ ലിനന്റെ ഫാബ്രിക് ഡിജിറ്റൽ ചെയ്തത്. അതെ,
ഇതൊരു സിമ്പിൾ ഇങ്ങനെ ഇതായിട്ട് ഇട്ട് ഓഫീസിനൊക്കെ പോകാനായിട്ട് നല്ല സൗകര്യമായിരിക്കും. ഇത് ഓപ്പണബിൾ ആണോ ഇത്? അല്ല അല്ല, ഓക്കെ. ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ലിനൻ്റെ മെറ്റീരിയൽ, അപ്പോൾ പലതരം മെറ്റീരിയൽസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് അടിപൊളിയാണല്ലോ. ഇത് കാണിച്ചിട്ട് അത് കാണിക്കല്ലേ, കാണിക്കാൻ കുറേ ഉണ്ടല്ലോ, അത് കാരണം കണ്ടോ. ഇത് മീഡിയം ആണ് കേട്ടോ സൈസ് വരുന്നത്. മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് വേണമെങ്കിലും. ഇനിയിപ്പോൾ ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്ക് വീഡിയോ കോളാണ് ഓപ്ഷൻസ് ഉള്ളത്. ഫോട്ടോ അയച്ചു തരുന്ന പരിപാടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഫോട്ടോ അയച്ചു തന്നിട്ടും കാര്യമില്ല, എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ ഡിസൈൻസ്. വീഡിയോ കോൾ വരുന്നത് ഞങ്ങൾക്ക് നല്ലത്. കാരണം അപ്പപ്പോൾ ലൈവായിട്ട് അപ്പപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തോ, ഡിസ്പാച്ച് അന്നത്തെ ദിവസം തന്നെ ചെയ്യിപ്പിച്ചോ. അല്ലാണ്ട് ഫോട്ടോ അയച്ചു തന്നിട്ട് പിന്നെ ഒരു 2 ദിവസം നിങ്ങൾ ആലോചിക്കാനെടുത്ത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് മതിയിട്ടോ ഇത് അയച്ചോട്ടാ സാധനം പോകും ഞങ്ങൾക്ക്. അതാണ് ഇവിടുത്തെ സംഭവം. ഹോൾസെയിൽ ആകുമ്പോൾ അങ്ങനെ ഒരു ദോഷമുണ്ട്. നമുക്ക് വിചാരിച്ച സമയത്ത് സാധനം കിട്ടില്ല. കാരണം നിങ്ങൾ ഡിലേ 1 വീക്ക് ഡിലേ പറയുന്നത് കൊണ്ട്. അഥവാ നിങ്ങൾ അപ്പപ്പോൾ വീഡിയോ കോൾ ചെയ്ത് അപ്പപ്പോൾ ലൈവ് ആയിട്ടുള്ള കളക്ഷൻസ് ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്ത് വെച്ചോട്ടെ, ഇത് എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ രാത്രി ഉച്ചതിരി വിളിക്ക് സാധനം തരും. അപ്പോൾ നമുക്ക് 2 ദിവസം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും. ഇത് നോക്കുകയാണെങ്കിൽ അജ്രക്ക്, അതായത് മൊഡാൾ ചന്ദിരിൽ അജ്രക് പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ മിഷൻ എംബ്രോയിഡറി ചെയ്താണ്. അതും കോപ്പർ ജെറിയിൽ കേട്ടോ. അതിന്റെ കളർ ചാർട്ടാണ് ഈ കാണുന്നത് മൊത്തം. അതിൽ ഗ്രീൻ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡും ഉണ്ട്. ഇങ്ങനെ 4 കളർ ചാർട്ടിലാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അല്ലേ കൂടുതൽ. പിന്നെ കൊട്ടോച്ചക്കിൽ തന്നെ അല്ലേ ഇതില് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അധികം വർക്കൊന്നും വേണ്ട, സിമ്പിൾ അധികം സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന. അത് സ്ലീവിലും നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വർക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ സിൽവറിന്റെ ചെറിയ ഇടയിൽ പോയിട്ടുണ്ട്. ഫ്രോക്ക് ടൈപ്പ് നല്ല ഫ്ലയറും ഉണ്ട്. ഞങ്ങളെല്ലാം നല്ല ഫ്ലയർ ഇട്ടിട്ടാണ് ചെയ്യാറ്. മാർജിനും ഉണ്ട്, ഫ്ലയറും ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്ന് ഏകദേശം പറയാൻ പറ്റും. 290 മുതലാണുള്ളത് സ്റ്റാർട്ടിംഗ് റേറ്റ് കേട്ടോ. ഇനി സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്, ഇതിന്റെ റേറ്റ് അല്ല പറയണത്. അപ്പോൾ കുർത്തീസ് വരുന്നത് 290. അപ്പോൾ ഇതിന്റെ കളർ ചാർട്ട് നമ്മൾ കൈ പിടിച്ചിരിക്കുന്നതിന്റെ കളേഴ്സ്, ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി ഇത് വിചിത്രയിൽ തന്നെ അല്ലേ? അതെ, വിചിത്രയിലൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ഇറക്കിയിട്ടുണ്ട് അല്ലേ? വിചിത്ര തന്നെയല്ല ഫിനിഷിംഗിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്തേക്കണത് ഒന്ന് നോക്കൂ. അതെ, സിമ്പിൾ ആയിട്ട് ചെയ്തേക്കണത്, സിമ്പിൾ ആയിട്ട് ആ സെയിം ടോൺ ടു ടോണിൽ അങ്ങനെ വന്നിട്ടുള്ള വർക്ക്. പിന്നെ ഇത് ജോർജറ്റില് ഒരു ഫ്രോക്ക് മോഡൽ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡൽ വരുന്നത്. അപ്പോൾ 290 ആണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ രംഗോലി സിൽക്കില് സ്ട്രൈറ്റ് കുർത്തിയാണ് വരുന്നത്. ഇതിലും വർക്ക് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ കളക്ഷൻസ്. ഇത് ലിനൻ അല്ലേ? റയോൺ അത് പിടിക്കുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ ശരിക്കും അത് നേരത്തെ കാണിച്ചില്ലേ നമ്മളെ ഒരു കോളറിൽ ആ ലിനൻ്റെ ആ ദൂരെ ഇരിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യണം. പക്ഷെ കയ്യിൽ പിടിക്കുമ്പോൾ അത് റയോണായി മാറി. നല്ല ഇതാകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ റയോണിൽ വരുന്നുണ്ട്, വിചിത്രയിലുണ്ട്, റംഗോളിയിലുണ്ട്, ലിനനിലുണ്ട്, കോട്ടണിലുണ്ട് അല്ലേ? നഗരി കോട്ടണിൽ ചെയ്യുന്നത്. ഇനി നഗരി കോട്ടൺ ഇതാ, നഗരി കോട്ടനൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊക്കെ നല്ല മൂവിങ് ആയില്ലേ? അതൊക്കെ നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഈ നഗരി കോട്ടനൊക്കെ, ഇഷ്ടം പോലെ. അപ്പോൾ നഗരി കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കുർത്തി വരുന്നത്. ഇത് വരുമ്പോൾ 60 കോട്ടണിൽ, ജയ്പൂർ കോട്ടണിലുള്ള കലി ടൈപ്പ് ആയിട്ടുള്ള അനാർക്കലി സ്റ്റൈലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലയർ ഉണ്ട്. നോർമലി കലി ടൈപ്പ് ആയിട്ട് വരുമ്പോൾ ഇതിലൊക്കെ ഒരു 4 പാനൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇതിൽ 1 2 3 4 5 6 പാനൽ, അപ്പോൾ 12 പാനൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ പാനൽ, അപ്പോൾ ഒന്നുകൂടി ഫ്ലയർ കൂടുതലായിരിക്കും. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് ജയ്പൂരി കോട്ടണിൽ 60 കോട്ടണിൽ കേട്ടോ. അതിൻ്റെ കളർ ചാർട്ട്, ഇതിൻ്റെ കളേഴ്സ് എവിടെയായിരിക്കുന്നത്? ഇതല്ലേ നല്ല നല്ല കളേഴ്സ് അല്ല ഒക്കെ ഇരിക്കുന്നത്, നല്ല നല്ല കളർ ഷെയ്ഡ്സ്, അടിപൊളി. പിന്നെ ഇത് വിചിത്ര സിൽക്കിൽ നമ്മൾ ഹാൻഡ് പെയിന്റ് ബ്രഷ് പെയിന്റ് ചെയ്താണ്. ബ്രഷ് പെയിന്റ് ഇവിടെ ഇത്തിരി കൂടുതലല്ലേ? വിചിത്രയിലൊക്കെ ബ്രഷ് പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോവില്ല, വാഷ് ചെയ്തൊന്നും പോവില്ല. നമ്മൾ ഫുൾ ഗ്യാരണ്ടി കൊടുക്കും. ഗ്യാരണ്ടി തന്നെ. അതപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യായാലും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഇവിടുന്ന് റീസെയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷേ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഇനി വേറെ സ്ഥലത്തേക്ക് റീസെയിൽ ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അതാണ് കളറൊന്നും പോവില്ല അല്ലേ? ഓക്കെ. പിന്നെ വരുന്നത് ഇതെപ്പോഴും ഓർഗൻസയിലുള്ള ഒരു ഫ്രോക്ക്.
ഓർഗൻസയില് ഡിജിറ്റൽ ചെയ്തത്. അത് അനാർക്കലി സ്റ്റൈലിൽ. ഇത് നമ്മളെ ഫ്ലെയർ എല്ലാത്തിനും എപ്പോഴും നല്ല കൂടുതലാണ് നമ്മൾ ചെയ്യാറ് ഫ്ലെയർ. പിന്നെ ലൈനിങ് കണ്ട നല്ല കൂടിയ കട്ടിയുള്ള ലൈനിങ് ആണ് നമ്മൾ. മെറ്റീരിയലും നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലും ഫ്ലെയർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഉള്ളില് ലൈനിങ്ങിന്റെ അളവ് കുറഞ്ഞാലും നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട് ചെയ്തിരിക്കണത്. ഇത് വരുമ്പോൾ നമുക്ക് കോട്ടണിൽ കണ്ട ഒരു ഫ്ലെയർ ടൈപ്പ് ഇതൊക്കെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്, നല്ല സുഖമാണ് കേട്ടോ പിടിക്കുമ്പോൾ തന്നെ. ഇതിലിവിടെ ഫ്ലീറ്റ് ഒക്കെ ആയിട്ടുള്ളത് 60 കോട്ടൺ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നിങ്ങൾ മേടിച്ചു, വേറെ ഒന്നും നോക്കാനില്ല. ഫിനിഷിങ് നല്ല ഫിനിഷിങ്. ഒരു പ്രാവശ്യം വന്ന കസ്റ്റമർ രണ്ടാമതും വരും. കാരണം ഫിനിഷിങ് നല്ലതാണ്. പറഞ്ഞില്ലേ, മാർജിനൊക്കെ നന്നായിട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ലെങ്ത്തും നന്നായിട്ടാണ് ചെയ്യുന്നത്. ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ 5'3" അപ്പോൾ എൻ്റെ ലെങ്ത് വെച്ച് നോക്കിക്കോ, കാൽക്കുലേറ്റ് ചെയ്താൽ അത്യാവശ്യം വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കളർ ചാർട്ട് ഇതാ. ഇതല്ലേ അടിപൊളി കളറാണല്ലോ ഈ ഗ്രീൻ. ഗ്രീൻ ആയാലും പിങ്ക് ആയാലും എല്ലാതും നല്ല കളേഴ്സാണ് കേട്ടോ വരുന്നത്. രണ്ടും ഒന്നിലൊന്നും മെച്ചമുള്ള കളേഴ്സാണ്. പിന്നെ എപ്പോഴുള്ള ലക്നോ ചിക്കൻ. ചിക്കൻ കറി, അതും ജോർജറ്റില്. അത് ചിക്കൻ കറി ത്രെഡ് വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത് ജോർജറ്റിൽ. ഇത് ഫ്രണ്ട് മാത്രമല്ല ബാക്ക് സൈഡിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട്. ഇതിൽ വർക്ക് മാത്രമല്ല മെറ്റീരിയൽ വൈസും നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെയും കളർ ചാർട്ട് നല്ല കളർ ചാർട്ടാണ് കേട്ടോ. ഇതൊന്നുകൂടി നല്ലത്. ഉണ്ടായിരുന്നു 6 കളർ ഉണ്ടായിരുന്നല്ല. അത് എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കും. കാരണം യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും കേട്ടോ സാധനങ്ങൾ. ഇനി ഇത് വരുന്നത് നമുക്ക് സ്ലിറ്റില് വീനെക്കിലാണ് കേട്ടോ. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാർജ് സൈസുള്ളവർക്ക് മീഡിയം വരെ പാകാവുമെന്നാണ് പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടമായി. അപ്പം എനിക്ക് പറയാമല്ലോ മീഡിയം എനിക്കിപ്പോൾ ഇനി പാകാവുന്നുണ്ടെന്നുള്ളത്. അടുത്തത് ജോർജറ്റിൽ തന്നെ വരുന്ന എംബ്രോയ്ഡറി വർക്ക് അല്ലേ. അത് സ്ലീവിലും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലൊക്കെ എല്ലാത്തിലും മീഡിയം ആണല്ലേ വരുന്നത്. അതെ, M2XXL കളർ. ഇതല്ലേ M2XX. എല്ലാത്തിലും മീഡിയം തൊട്ട് സ്മോൾ തൊട്ട് തുടങ്ങില്ല. വരും സ്മോള്. ഇത് വളരെ വില കുറഞ്ഞതാണ്. നല്ല റേറ്റ് വൈസ് നല്ലതാണ്. കണ്ടോ, ഒരു ക്രേപ്പിന്റെ ക്രഷ് ക്രേപ്പ് മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഡിജിറ്റലിന്റെ ഒരു പ്രിന്റ്, ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്ക്. അപ്പൊ ഇത് റേറ്റ് കുറഞ്ഞതാണ്. അതിന്റെ കളർ ചാർട്ട് അതുവരെ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ കളർ ഓപ്ഷൻസ്. റേറ്റ് ഇനി കൂടിയ ടൈപ്പ് വേണോ കുറഞ്ഞ ടൈപ്പ് വേണോ, അത് നമ്മൾ എടുത്ത് തന്നെ പറയണത്. അത്രയും കുറഞ്ഞ റേറ്റിലുള്ള ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള കുർത്തി. ഇത് ആകുമ്പോൾ ഷർട്ട് ടൈപ്പ് അല്ലേ. ഇത് കോട്ടണില് വാവ്. ഇത് എനിക്ക് ഫ്ലീറ്റും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് സ്ട്രെയിറ്റ് അല്ലല്ലോ. അടിയിൽ നമുക്ക് ആ ഒരു ഷർട്ട്, മുകളിൽ നോക്കുമ്പോൾ ഷർട്ട് മോഡൽ, അടിയിൽ നോക്കുമ്പോൾ നമുക്ക് കുർത്തിയുടെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നല്ല ടൈപ്പ് ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ വരുന്ന കളക്ഷനാണ്. ഇതിൻ്റെ കളർ ചാർട്ടൊക്കെ നോക്കി എന്ത് രസമാണ്. ഇതൊക്കെ വരുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ ഇതിൻ്റെ കളർ ചാർട്ട്. ഇതിൽ ഈ കളറാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. ഇതൊന്നുകൂടി നല്ല ഭംഗിയുണ്ട്. കാരണം ഇടയിൽ കൂടെ ഒരു മഞ്ഞ കളർ ഇങ്ങനെ ലൈൻ പോയിട്ടുണ്ടല്ലോ. എന്തായാലും നല്ല അടിപൊളിയാണ് കോളറിൻ്റെ വർക്ക്. അപ്പോൾ നമുക്ക് കെട്ടായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് കൂടാണ്ട് ഇത് റയോണിൽ ലെവൻഡർ നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ. ക്രോസ് സ്റ്റിച്ച് ആണ് വന്നേക്കുന്നത്. ഇത് ക്രോസ് സ്റ്റിച്ച് ആണിത്. ഞാൻ ഉള്ളിലത്തെ വർക്ക് കണ്ടില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. കണ്ടപ്പോൾ നല്ല അടിപൊളി ക്രോസ് സ്റ്റിച്ചിലാണ് അല്ലേ. അപ്പം എല്ലാ തരം സ്റ്റിച്ച്. മെഹന്തി കളറൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ മെഹന്തി, അതുപോലെ വൈറ്റ്, ഓഫ് വൈറ്റിൽ വരുന്നുണ്ട്. ഒക്കെ നല്ല പാക്കിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊറിയറൊക്കെ അയച്ചു തരില്ലേ എവിടെ വേണമെങ്കിലും? ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, പുറത്തായാലും എവിടെ. ഹോൾസെയിൽ എടുക്കണമെന്നല്ലോ, സെറ്റ് ബൈസ് എടുക്കണമെന്നുള്ളൂ. സെറ്റായിട്ട് എടുക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. ഹോൾസെയിലായിട്ട് സെറ്റായിട്ട് എടുക്കണം. പക്ഷേ കൊറിയറായിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിച്ച് തരും. അപ്പോൾ അതെങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ഇത് വരുന്നത് നമുക്ക് ഡെനീമിൽ വീവിങ്. ഡെനീമിൽ സാധാരണ വീവിങ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഡെനീമിൽ ഇങ്ങനെ ഫുൾ വീവിങ് ആയിട്ട് വരുന്ന കോളർ ടൈപ്പ് ആയിട്ട് അല്ലേ, എ ലൈനിൽ വരുന്നത്. ഇതിനും കളക്ഷൻസ് ഇതിൽ ഉണ്ടാവില്ല. ഡെനിം എന്ന് പറയുമ്പോൾ അതിന് കളർ വേറെ ഇല്ല. ഡെനിം എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഈ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വരുന്നത് അനാർക്കലി സ്റ്റൈലില്. വാവ് സൂപ്പർ കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ലുക്ക് കാണാനാണ് ഭംഗി. വീനെക്കിൽ കേട്ടോ. കുറച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇങ്ങനെ കെട്ടായിട്ട് വെച്ച് പൂക്കെട്ട എന്ത് വേണമെങ്കിലും അങ്ങനെ. ഇത് ഓപ്പണബിൾ ആണല്ലേ, അടിപൊളി. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത കൂടി പറഞ്ഞുതരാം. അമ്മമാരാണെങ്കിൽ മെറ്റർണിറ്റിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സിബ് കൂടി തയ്ച്ചു കഴിഞ്ഞാൽ മെറ്റർണിറ്റി ആയി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ബൾക്കായിട്ട് ഓർഡർ പറയുകയാണെങ്കിൽ അത് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇത് വരുന്നത് വലിയ വലിയ പുൾക്കാ ഡോട്ടായിട്ട്
ഇതാ വീനെക്കില് ലിനൻ ഖാദി കോട്ടൺ ഇല്ലേ, കോട്ടല്ല ഖാദി കോട്ടൺ, ലിനൻ അല്ല ഖാദി കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. അതിൽ ഈ ഒരു കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഗ്രീനിന് പകരം കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിലും നെക്കിൻ്റെ അവിടെ അല്ലേ, സ്ലീവിലും. പിന്നെ സ്ലീവിലും ഉണ്ട് ഈ ഒരു പോർഷനിൽ. അപ്പോൾ വൈറ്റ് ആണ് ബേസ്, ഇതിൽ പോൾക്കൗട്ട് വലിയ വലിയ, പക്ഷെ സിമ്പിളാണ് കാണാൻ. കലംകാരി എപ്പോഴും ട്രെൻഡാണ്, ഒറിജിനൽ കലംകാരിയാണ് കേട്ടോ. അത് ആ പിടിക്കുമ്പോൾ ആ ഒരു അറിയാൻ പറ്റും. ചിലത് ഒരു ഭയങ്കര റഫ്നെസ് ഉണ്ടാവും, സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഒറിജിനൽ ആണെന്ന് എങ്ങനെയാ പ്രൂഫ്? ഒറിജിനൽ കലംകാരിയിൽ കസ്റ്റമർക്ക് കണ്ടാൽ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് കുറച്ച് കളർ ഇളകും കേട്ടോ. ഫസ്റ്റ് വാഷിൽ ഒരു കളർ ഇളകും, അതെന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് വാഷിന് കളർ ഇളകും. പിന്നെ ഇതിനൊരു ചെറിയൊരു റഫ്നെസ്, അതാണ് മെയിനായിട്ട് നമ്മൾ ഒറിജിനലിന് കണക്ക് കൂടുന്നത്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പ്രിന്റ് ആയിട്ട് വരുന്നതുണ്ട് കലംകാരി. അത് ഇതെന്ന് പറയുമ്പോൾ ഫുൾ വെജിറ്റബിൾ ഇതിൽ ഡൈല് ചെയ്തെടുക്കണത്. അതുകൊണ്ടാണ് ഫസ്റ്റ് വാഷിൽ ഇതിൽ കളർ ഇളകും എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ സൈസ് ഇത് M2XXL, ഇത് 3XL. ഇതിൽ 3XL വരുന്നുണ്ട്. 3XL വരുന്നുണ്ട് കേട്ടോ ഇതില്. ഞാനിത് കണ്ടപ്പോൾ ഇത്തിരി വലിപ്പം തോന്നിയത് അത് കാരണം. അപ്പോൾ ഈ 3XL-കാരാണെങ്കിൽ അവർക്ക് 4XL-കാർക്കും പാകാവുന്നതായിരിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ ദേവകന്യയിലത്തെ പ്രത്യേകത കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് കുർത്തിയിൽ തന്നെ ഇത് മോളിൽ നിന്നുള്ള പ്രിൻസസ് കട്ടാണ്. ചെറിയൊരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൽ വെച്ചിട്ട്. അതും ഒറിജിനൽ ഹാൻഡ് വർക്ക് ആണ്, ഒറിജിനൽ ഗ്ലാസ് ആണ്. പിന്നെ ഇതില് ഇവിടെ നിന്നാണല്ലേ പാനൽ വർക്ക്, പ്രിൻസസ് കട്ട് വരുന്നത്. ഇവിടുന്ന് ഫുൾ ഇങ്ങനെ പാനൽ വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുകൊണ്ട് അടിയിൽ വരുമ്പോൾ ആ ഫ്ലയർ ഒന്നും കൂടുതലാണ്. ഇതിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, പ്രിന്റ് അനുസരിച്ചിട്ട് കുറേ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സ്ട്രേറ്റ് കുർത്തിയിൽ ലൈറ്റ് വെയ്റ്റിലാണ് കേട്ടോ ഇതിൻ്റെ കളക്ഷൻ വരുന്നത്. അതുപോലെ ചൈനീസ് കോളർ നെക്ക് സിമ്പിളാണ്, ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. റയോണിൽ വരുന്ന അജ്രക് പ്രിന്റ് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ ഇതാകുമ്പോൾ സിമ്പിളാണ്, സിമ്പിളായിട്ട്. ഇതിന് ലൈനിങ് ഒന്നും വേണ്ട, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. റയോണിൽ വരുന്നതുകൊണ്ട് ഞങ്ങൾ ലൈനിങ് ഇല്ലാണ്ട് ചെയ്തതുകൊണ്ട് നമുക്ക് കുറേ നേരം നമ്മൾ കുർത്തീസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ലൈനിങ്ങും ഇല്ല, രണ്ട് തുണി യൂസ് ചെയ്യേണ്ട, സിമ്പിളായിട്ട് ഒരെണ്ണം മാത്രമായിട്ട്, വേറെ സീ ത്രൂ ഒന്നുമില്ല. പ്രിന്റുകളുണ്ടോ? മാറി മാറി ചെയ്തു. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വീനെക്കിലാണ് വരുന്നത്, അനാർക്കലി സ്റ്റൈലിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഫ്രോക്ക്, ഇതും ജയ്പൂർ പ്രിന്റ് ആണ്. ജയ്പൂരിൽ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. ഫ്രോക്ക് ടൈപ്പിൽ ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ഓക്കെ. ഇത് കൂടാണ്ട് ഈ കുട്ടീനെ അത് ഞങ്ങൾക്ക് ഓണത്തിന്റെ ട്രഡീഷണൽ ഡ്രസ്സ് ചെയ്യുന്നുണ്ട് കുട്ടികളത്. അതായത് 16 to 44 സൈസ് വരെ. മറ്റേ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. ഓണത്തിന്റെ സമയം അല്ലെങ്കിൽ വിഷുവിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്കുള്ളതും ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ടിഷ്യൂലാണ് ചെയ്തത്, ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. അതന്നെ ചോദിക്കാൻ വരായിരുന്നു, ഇത് മാത്രമുള്ള ഇതിന്റെ വേറെ എവിടെ ഇരിക്കണത്? ഈ റൂമിൽ ഞങ്ങൾ സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പുറത്തെ സൈഡാണോ സാമ്പിൾസ് വെച്ചിരിക്കുന്നത്? അപ്പൊ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. എന്തായാലും അതിന്റെ ഒരു കുറവ് വേണ്ട സാമ്പിൾസിൻ്റെ. അപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡും ഉണ്ട് അപ്പുറത്തെ സൈഡും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, രണ്ട് എൻട്രൻസ് പോയാലും നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. അപ്പോൾ ഇത് മൊത്തം കുട്ടികളുടെ കളക്ഷൻ. ഓ എന്ത് രസമാണെന്ന് നോക്കിയാൽ പാവാട, അടിപൊളി കേട്ടോ. പാവാട സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്നത് നമുക്ക് നോർമലി ഒരു പാവാടയിൽ അടിയിൽ ഇങ്ങനെ പ്ലീറ്റ്സും ഒരുപോലെ തന്നെ ഞങ്ങൾ സൈഡ് സിബ് കണ്ടോ, കുട്ടികൾക്ക് വരെ സൈഡ് സിബ്. അതെ, ഇത് കണ്ടോ, സ്കേർട്ടിൽ ഒരു സൈഡ് സിബ് കണ്ടോ, കാണില്ല. ഹിഡൻ സിബ് വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ ഹിഡൻ സിബ് വെച്ചിട്ടാണ് കൊടുക്കണത്. പാവാടയ്ക്ക് കളറിലും അതിന്റെ ബ്ലൗസും ഒക്കെ യെല്ലോ വെച്ചിട്ട് ബ്ലൗസ് ഒന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. സ്ലീവ് ഉള്ളിലുണ്ടാവും. ഇതാണ് ഇതിന്റെ ടോപ്പ്. ഇതിന് എങ്ങനെ സൈസസ് 16 to 44 വരെ ഉണ്ട്. അപ്പൊ ഈ ഫുള്ള് ഈ സൈസ് അല്ലാതെ 60, 18, 20 ഒരു ഇതായിരിക്കും. അപ്പൊ മൂന്നെണ്ണത്തിന്റെ. പിന്നെ 20, 22, 24, 26, 28 ഒരു ബണ്ടില്. പിന്നെ 30, 32, 36, 34, 36 ഒരു ബണ്ടില്. പിന്നെ 38 to 44 ഒരു ബണ്ടിൽ. അങ്ങനെ എന്തായാലും ബണ്ടകൾ ബണ്ടലാണ്. ഇത് ഡിജിറ്റലാണ് കേട്ടോ. ടിഷ്യൂല് തന്നെ ഡിജിറ്റലിൽ വരുന്ന വർക്കാണ്. ഡിജിറ്റൽ തന്നെ എപ്പോഴും ഡിജിറ്റൽ ചെയ്താണ്. ഇതിലാണ് പ്രത്യേകത ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഡിജിറ്റലിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇതും ഡിജിറ്റൽ തന്നെയാണ്. ഇതും ഡിജിറ്റൽ. ആ ഫ്ലീറ്റിന്റെ ഒരു ഫിനിഷിങ് കണ്ടു, നല്ല ഫിനിഷിങ്ങോട് കൂടിയ. ഇതും ഡിജിറ്റൽ തന്നെയാണ്, ഇതും ഡിജിറ്റൽ തന്നെയാണ്. ഇത് ടിഷ്യൂല് തന്നെ കേട്ടോ. കഥകളിയുടെ പ്രിന്റിൽ പിന്നെ കുട്ടികൾക്ക് നല്ല നല്ല ഇതുണ്ടല്ലേ. ചെറിയ കുട്ടികൾ 16 സൈസിന്റെ ഇതില്ലേ. ചെറിയ കുട്ടികൾക്ക് ഈ സീസൺ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇല്ല, സീസൺ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഹോൾസെയിൽ ആണ്, ബൾക്കായിട്ട് എടുക്കുന്നത്.
നമ്മളെ ഹക്കോബേര എന്ന് പറയുന്ന പോലെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ബ്ലൗസുകളുണ്ടല്ലോ, ബ്ലൗസുകളൊക്കെ ഞങ്ങള് ഇത് പാവാട സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ മാച്ച് ആയിട്ട് മാച്ച് ആയിട്ടാണ് കിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ വെച്ചെന്നുള്ളത് മാച്ച് ആയിട്ടുള്ള, ഇതിപ്പോ എല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് മിക്സ് മാച്ച് ഇതിപ്പോ മാച്ച് ചെയ്ത് വെച്ചതാണ്. ഇതാ അപ്പോൾ ഇത് ടിഷ്യൂല് തന്നെ ഡിജിറ്റലില് അതിൽ ടോപ്പ്. എന്ത് രസമല്ല കാണാനായിട്ട്. നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ഉണ്ടല്ലോ സ്കേർട്ട്, ബനാറസി കുട്ടികൾക്കുള്ള സ്കേർട്ട് പറയണം ബനാറസില്. അതില് നമുക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സിൽക്കിന്റെ ബ്ലൗസ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. ഇത് കളറില് ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് എങ്ങനെയാ, നമുക്ക് സൈസസ് മാത്രമല്ല ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു ഇതിൽ 4 കളർ വരും, ഇതിലൊക്കെ 4 കളറായിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് കുർത്തീസിന്റെ പോലെ തന്നെ. ഇത് കണ്ടോ വലിയൊരു ഞാൻ വിചാരിച്ചു നമ്മളെങ്ങനെയാ മറന്നേന്നുള്ളത് അല്ലേ, വലിയവർക്കുള്ളത്. അപ്പൊ ഇതിന്റെ ടോപ്പ് നമ്മൾ ടോപ്പ് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇതുപോലെ ചെയ്യാം, കണ്ടോ പ്ലെയിനിൽ ചെയ്യാം. ഒന്ന് ഓക്കെ ഇങ്ങനെ ബ്രൊക്കേഡ് ആയിട്ടുള്ളത്, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഷോള് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും വർക്ക് ഉള്ളത് വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോ ധാവണി സെറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ സെറ്റ് തന്നെ ഞങ്ങൾ ധാവണിയായിട്ട്. ഓക്കെ, അപ്പൊ ഇതില് ഇപ്പൊ ഇത് ബ്ലൗസ് ഇട്ടിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ധാവണിയും കൂടിയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീനേജ് പിള്ളേർ കഴിയുന്നല്ലേ? അതെ. ഓക്കെ, ഇത് കണ്ടോ, അപ്പൊ അങ്ങനെ ഇതിലും വർക്ക് വരുന്നുണ്ട് അല്ലേ? ഫുള്ള് ഇത് കാണുന്നത് വിവിങ് ആണെന്ന് തോന്നുന്നു. ഫുൾ വിവിങ് ആണ് കേട്ടോ. ടിഷ്യൂല് ഫുൾ വിവിങ് ആണ്. ഫ്ലീറ്റിന്റെ കാര്യത്തില് അടിപൊളി കേട്ടോ. കറക്റ്റ് ഫ്ലീറ്റിംഗ്. അതെ, ഫ്ലീറ്റിംഗ് ഒക്കെ നല്ല ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഒക്കെ പാവാടയിൽ കേട്ടോ. ഇത് ഇനിയിപ്പോൾ ആ സമയമാകുമ്പോൾ ഒന്നുകൂടി കൂടുതൽ കളക്ഷൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഉള്ളത് നമ്മൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഡിമാൻഡ് അനുസരിച്ച്. അപ്പോൾ ഇതിൽ വർക്ക് എന്ന് പറയുന്നത് ഇത് കളറിലുണ്ട്, പ്ലെയിനിലുണ്ട്, അങ്ങനെ 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 കയറി പോണു. പ്ലെയിൻ ടിഷ്യൂല് ചെറിയൊരു ബോർഡർ. ഇത് പിന്നെ എല്ലായിടത്തും നമുക്ക് കാണുന്നതാണ്. പക്ഷെ ഫ്ലീറ്റിന്റെ ഭംഗിയാണ് കേട്ടോ പ്രത്യേകത എന്ന് പറയാനുള്ളത്. ഇതെല്ലായിടത്തും നമുക്ക് കിട്ടുന്നതാണ്, കാണുന്നതാണ്. പക്ഷെ ഫ്ലീറ്റിന്റെ ഭംഗിയും കൂടി നോക്കണം. നമുക്ക് അയ്യോ, ഇത് 16 തോന്നുന്നു. 16 ആണ്. ചൂടാ കണ്ടോ ചെറുത്. അതിലും ഹാൻഡ് വർക്ക് അല്ലേ ചെറിയ കുട്ടികൾക്ക്, അതും നല്ല നീറ്റ് ആൻഡ് ഫിനിഷിംഗ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇത് നോക്കിയേ, ഇതിലും വർക്ക്. പിന്നെ ഒക്കെ സിബ് ആയിട്ടാണ് വരുന്നത്. ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ തുറന്നാലാണ് അത് ഉള്ളിൽ തന്നെ കണ്ട. അതെ, ഫിനിഷിംഗും പെർഫെക്റ്റ് ആണ് അല്ലേ? ഇടയിൽ അങ്ങനെ പൂവില്ല. പിന്നെ കോട്ടൺ, നല്ല ടൈപ്പ് കോട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അജ്രക്ക് ബോർഡർ പ്രിന്റ് ചെയ്തു. ഓ, പ്രിന്റ്, അതും പ്രിന്റ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് വരുന്നതല്ല. ഓക്കെ, ഇത് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കണത്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ കുട്ടികളുടെ. ഇനി ഇവിടെ കുറെ കുർത്തീസ് കാണുന്നുണ്ടല്ലോ, നമ്മൾ അവിടെ കാണിക്കാത്ത എന്തും മിസ്സായി പോയിട്ടുണ്ടോ? ഇവിടെ ഇതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അത് എല്ലാം കാണിക്കണമല്ലോ, ഒന്നും മിസ്സാക്കാൻ പറ്റില്ല. എന്താ ഇത് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആണ് വരുന്നത്. അതിന്റെ ബാക്ക് സൈഡ് ഇതിന്റെ കളർ ചാർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ കോട്ടണിലാട്ടോ ഇപ്പൊ കാണിച്ചത്, മൊത്തം കോട്ടൺ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇത് ഇക്കത്തിന്റെ പ്രിന്റ് കോട്ടണിലാണ് വരുന്നത്. ഇത് ലൈനിങ്ങിന്റെ ആവശ്യമില്ല, നല്ല ടൈപ്പ് കോട്ടൺ ആണ്. സിമ്പിൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ കളർ ചാർട്ട് ഇതില്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാവണില്ല കേട്ടോ, പക്ഷെ തുറന്നു വരുമ്പോഴാണ് അതിന്റെ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കാണുന്നത്. ഇതിന്റെ ഭംഗി ഉണ്ടോ? ഇനി ഇത് 60 കോട്ടണിലുള്ളത്, ജയ്പൂർ കോട്ടണിലെ ഷെഡ് കളറിലെ എ ലൈനില് നടുക്കിക്കൂടെ ഇങ്ങനെ ബട്ടൺസ് പോയിട്ടുണ്ട്. പക്ഷേ ഈ ബട്ടൺ ഓപ്പണേബിൾ അല്ല, ജസ്റ്റ് ഒരു ഷോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് റയോണില്, അത് നമുക്ക് സൈഡ് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ നല്ല ടൈപ്പ്. ഇതിൽ ലൈനിങ് ഉണ്ട് കേട്ടോ. മോൾ സൈഡിൽ അടിയിൽ ലൈനിങ് ഇല്ല, നമ്മുടെ യോക്ക് പോർഷനിൽ മാത്രം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കംഫർട്ടബിൾ. റേറ്റ് കുറഞ്ഞ ടൈപ്പുള്ള ഫ്രോക്ക്, നമ്മുടെ ക്രേപ്പ്, ക്രഷ് ക്രേപ്പ് മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു ഫുൾ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ. അടുപ്പിച്ചുള്ള പ്രിന്റുകൾ ഇനിയും ഉണ്ട് കളക്ഷൻസ്. വീഡിയോ കോൾ ത്രൂ കണ്ടാൽ മതി. അപ്പോൾ ഇനി ബാക്കി മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കാണിച്ചത് മൊത്തം നമ്മൾ കുർത്തീസാണ്. അപ്പോൾ ഇനി മുകളിലേക്ക് പോയാലോ? മുകളിൽ പോയി കാണാം. മുകളിൽ നിറയെ സ്റ്റോക്കും കളക്ഷൻസ് കണ്ടാൽ ഞെട്ടും. പോയാലോ? വരും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മുകളിലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഈ ഒരു സൈഡും പിന്നെ അപ്പുറത്തൊക്കെ കാണുന്നുണ്ടല്ലോ, അവിടെ എന്താ സംഭവം? ഇവിടെ ഞങ്ങൾ
ഇവിടെയും നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് മൊത്തം 3 പീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല 2 പീസ് ഉണ്ട് 3 പീസ് ഉണ്ട്. 3 പീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ചിങ്, അത് എനിക്ക് തോന്നുന്നത് സാമ്പിൾസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാത്രമായിട്ടാണ് അവിടെ ഒരു. അത് കഴിഞ്ഞിട്ട് യൂണിറ്റിലേക്ക് നമ്മൾ സാമ്പിൾ ഓക്കെ പറയുകയാണെങ്കിൽ അത് യൂണിറ്റിലേക്ക് പക്ക പോവും. പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ സംഭവിക്കുന്നത്? പാർസൽ അയക്കാനുള്ളതൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഓ, ബണ്ടലായിട്ടില്ലേ? കയറാൻ പറ്റുമോ? ആ കയറാം. കയറാം. ഗ്യാപ്പ് കിട്ടുമെങ്കിൽ കയറിക്കോ. ലൈറ്റും കുറവായിരിക്കും, കാരണം ഈ ബണ്ടലായിട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് വെക്കുമ്പോൾ ഒക്കെ ലൈറ്റ് ഇത്തിരി കുറവ് വേണം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കയറി നോക്കാം നമുക്ക് എന്താ സംഭവം എന്നുള്ളത്. ഇത് ഫുൾ ബൾക്കായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസും പിന്നെ കുറേ ലൈറ്റ് കുറവായിരിക്കും. തുണികൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഇടാണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഇവർക്ക് സ്റ്റോക്ക് സൂക്ഷിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ കുറേ പാർസൽസ് പോകാനുള്ള ഡിസ്പാച്ചൊക്കെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഒരു ഐറ്റം ഇതിൻ്റെ മുകളിലും ഉണ്ടോ? അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതന്നെ സെയിം അതിന് മുകളിൽ. ഓ, ഇത് കയറാൻ എളുപ്പമല്ല. നമുക്ക് കളക്ഷൻസ് കാണിക്കാം, അതായിരിക്കും മെയിൻ വേണ്ടത്. ഇതിൻ്റെ മുകളിൽ കണ്ടോ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ കൂടെ കയറിയാലും നമുക്ക് ഫുൾ കളക്ഷൻസ് എല്ലാം സ്റ്റോക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചാലോ, കാരണം ഇതൊക്കെ കാണിച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു നേരം ആവും. അത്യാവശ്യം സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് തുടങ്ങാം, ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ അതാ നല്ല വെറൈറ്റി റംഗോളിയിൽ വർക്ക് വന്നിട്ടുള്ളത് അല്ലേ, പാച്ച് വർക്ക് വന്നിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ കളർ ഇത് സിംഗിൾ കുർത്തിയാണോ? കുർത്തി മാത്രമായിട്ട് വരുന്നത് അല്ലേ? അതിൻ്റെ കളർ ഇത് പാച്ച് വർക്കാണ് കേട്ടോ. ഇത് വരുന്നത് റംഗോളിയിൽ റോസ് ഗോൾഡിൽ കോളർ. ഇതാകുമ്പോൾ കാന്ത പ്രിന്റ് അല്ലേ? കാന്ത പ്രിന്റിൽ ബാട്ടിക്കിന്റെ പ്രിന്റും കാന്താര പ്രിന്റും പോയിട്ടുണ്ട്. പിന്നെ ലൈനിങ് ഇട്ടിട്ടുണ്ടല്ലേ? കട്ട് ചെയ്ത് തോന്നിയത് ഈ കാന്ത ചിലപ്പോ ഇങ്ങനെ മേത്ത് കൊള്ളാണ്ട് ഹാർഷ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി വിചിത്രയിൽ പാച്ച് വർക്ക് കണ്ടോ. ഇതല്ലാതെ നമുക്ക് 4 പീസായിട്ട് എടുക്കണം. വീണ്ടും പറയാണ് ഹോൾസെയിലാണ്. ഇത് നേരത്തെ കാണിച്ചതിന്റെ അല്ലേ? നമ്മൾ ഇത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. നേരത്തെ കാണിച്ചതിന്റെ കളർ ചാർട്ട് മുകളിലും ഉണ്ടായിരുന്നു, അത് മിസ്സായി പോയി നമ്മുടെ കയ്യിൽ നിന്ന്. ഇനി ഇത് ഇതിന്റെ ലാസ്റ്റ് ഇവിടെ എവിടെയോ ഉണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ 4 കളർ ചാർട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, മാച്ച് ചെയ്ത് നോക്കാം. 4 കളർ ചാർട്ടാണ് ഈ മുകളിൽ കാണുന്നത്. അപ്പോൾ ഇത് വിചിത്രയില്ല അല്ല, വിചിത്രയില്ല, ഇത് ടിഷ്യൂലാട്ടോ. ഇത് ടിഷ്യൂ ചെറിയായിട്ട് ഇങ്ങനെ ഒരു ഷിമ്മറി ആയിട്ട് പോയിട്ടുണ്ട്. കയ്യിൽ പിടിച്ച് അവിടുന്ന് കാണുമ്പോൾ ഇത് ഇവിടേക്ക് വന്നപ്പോഴേക്കും മെറ്റീരിയൽ ഇത് ആ ഒരു ബ്ലാക്കിൽ കാണിച്ചത് കേട്ടോ. ഇനി ഇത് നോക്കിയേ, ഇത് വൈറ്റിന്റെ ഒരു വൈറ്റ് പാന്റ് ഓൾറെഡി ഉണ്ടാവുമല്ലോ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ ഈ വൈറ്റിൽ നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ കളർ ചാർട്ട് ഇതാ. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതിന് വൈറ്റ് ആണ് എപ്പോഴും കാണുന്നത്, പക്ഷേ ഇതിൽ റെഡ്, ഒരു പിസ്ത ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഈ ഒരു ഷെയ്ഡ് ഉണ്ട്, വൈൻ കളർ, പിന്നെ ഈ ഒരു പിങ്ക്, ഡസ്കി പിങ്ക് ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. നല്ല ഇതിലൊരു 6 കളറെങ്കിലും ഉണ്ടാവും. ഇത് വരുമ്പോൾ കോട്ടണിൽ തന്നെ കലി ടൈപ്പ് അനാർക്കലി സ്റ്റൈലിൽ ഫ്ലയർ അത്യാവശ്യം ഉണ്ട്. ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് മീഡിയം സൈസ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു ലാർജ് ആ ഒരു സൈസ് എക്സ്ട്രാ കുറച്ച് ഇടും, കാരണം കംപ്ലൈന്റ് ഒന്നും വരാണ്ടിരിക്കാനായിട്ട് കൂട്ടിയിടൂല. ഇത് വരുമ്പോൾ ഫ്രോക്കില് ഇത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ കാണുന്നത്. ഓർഗൻസിൽ വീവിംഗ് ആയിട്ട് വരുന്നത്, അതും ഫ്രോക്ക് ടൈപ്പില്. ഇത് നല്ല കളർ ചാർട്ട്. ഇത് ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. 4 കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്ന ലുക്ക് വരുന്നത്. ഓർഗൻസയിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് വരുമ്പോൾ ടസ്കാനി സിൽക്ക് എന്ന് പറയും മെറ്റീരിയലാണ്. ടസ്കാനി സിൽക്ക് മെറ്റീരിയലിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കളർ ഓപ്ഷൻസ് 3 കളർ ഉണ്ട് കേട്ടോ. അല്ല 4 കളർ ഉണ്ട്. ഇത് ശരിക്കും രണ്ടും ഗ്രീൻ തന്നെയാണ്, പക്ഷെ ഇതൊരു ഡാർക്ക് ഗ്രീൻ, ഇതൊരു ബോട്ടൽ ഗ്രീൻ, ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ കാണുമ്പോൾ എല്ലാതും ഒരുപോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അടുത്തത് ചിനോൺ സിൽക്കിലും ഉണ്ട് അല്ലേ? ഞാൻ ഇത്ര നേരം താഴ്ത്തി അത് ആലോചിക്കാം, ചിനോൺ സിൽക്ക് ഒന്നും ഇതുവരെ വന്നില്ലല്ലോ എന്ന്. ചിനോൺ സിൽക്കിൽ ഇതാ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ? അതിൽ ചെറിയ ഇതാകുമ്പോൾ ഭയങ്കര സോഫ്റ്റ്, ഇങ്ങനെ വീണിങ്ങനെ സുഖമായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് വരുമ്പോൾ കോട്ട ചെക്കിൽ നമുക്ക് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നത്. കളർ ചാർട്ട് നോക്കട്ടോ. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നോക്കാം നമുക്ക്.
ഇതാണ് ഈ കാണുന്നത് 4 അല്ലേ? 4 കളർ. മുകളിൽ നിന്ന് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിച്ചോട്ടോ. ഇത് ഫുൾ 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കളർ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ മുകളിലും വരാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഡയറക്റ്റ് കോട്ടണിൽ സ്ട്രേറ്റ് കുർത്തി, അതിൽ പാച്ച് വർക്ക് ചൈനീസ് കോളറിൻ്റെ നെക്കാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ ചാർട്ട് ഈ സൈഡ് ഇതല്ലേ, ഇത് ഇതാ ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ വരുന്നത് ഇതും അതുപോലെ തന്നെ കോട്ടണിലാണ്. ഞാൻ പീസ് കാണിക്കാം. ഇതും കോട്ടണിൽ തന്നെയാണ്. അത് അതിൽ നിന്ന് എടുക്കാം, നമുക്ക് അതിൽ നിന്ന് എടുത്താലാണ്. അപ്പോൾ കെട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു കെട്ടായിട്ട് എടുക്കേണ്ടത്. അത് എടുത്ത് പറയണം മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയാണ് കെട്ട് വരുന്നത്. ഒരു കെട്ട് എടുത്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം. പ്യൂർ കോട്ടണിൽ ഇങ്ങനെ പാച്ച് വർക്ക് വന്നിട്ടുള്ളത്, അതിൽ ത്രെഡ് വർക്കാണ് കേട്ടോ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത്. ഇതാണ്. ഇപ്പോൾ ഇതിൽ കുർത്തീസും ഇവിടെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. നമ്മളിനി 2 പീസ് കാണിക്കാൻ കിടക്കുന്നുള്ളൂ. ഇതും പാച്ച് വർക്കൊക്കെ നമുക്ക് വേറെ വേറെ ആയിട്ട് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇതൊക്കെ പാച്ച് വർക്ക്. ഇത് കയ്യിലിരിക്കുന്ന 2 പീസ് അല്ലേ? അത് ഹാൻഡ് വർക്ക് ചെയ്ത 2 പീസ്. അത് രംഗോലി സിൽക്ക്, നല്ല ഹെവി ഹാൻഡ് വർക്കാണ്. ഇത് രംഗോലി സിൽക്കിലാണ് കേട്ടോ. ഇതിൽ ഹാൻഡ് വർക്ക് ഞാനും ആദ്യം നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് 2 പീസിൽ രംഗോലി സിൽക്കിലാണ് വരുന്നത്. ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പാൻറ്. ഇതാ അതും നല്ല എലാസ്റ്റിക് അങ്ങനെ വലിഞ്ഞു പോകും. അതെ, അതാ ഞാൻ നോക്കിയത് ചെക്ക് ചെയ്തതാണ്. കൂടിയ എലാസ്റ്റിക്കിൽ ചെയ്തിരിക്കുന്നത്. അത് കംപ്ലൈന്റ് അത് കാരണം വരില്ല. ഇത് കണ്ടോ ടിഷ്യൂ. ഓണം വരുമ്പോഴേക്കൊരു ടിഷ്യൂവിൻ്റെ ഒരു 2 പീസ് ചെയ്തോ. ടിഷ്യൂല് ഇത് പാച്ച് വർക്ക് തന്നെ. അതിൽ തന്നെ 2 പീസ് കേട്ടോ. കളർ ചാർട്ട് വരുന്നത്, കളർ ചാർട്ട് ഇവിടെ എവിടെയോ തപ്പണം. അത് സ്റ്റാഫുമാർക്ക് അറിയുള്ളൂ ഇതിൻ്റെ കളർ ചാർട്ട് ഏതാണ് കുട്ടികളെ. ഇത് നമ്മളതാ തപ്പി. ഇത് അടിപൊളിയാണ്. ഒക്കെ പക്ഷേ ഡബിൾ ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ നമുക്ക്. ടിഷ്യൂൻ്റെ ഒരു ഗുണം അങ്ങനെയുണ്ട്, നമുക്കൊക്കെ ഡബിൾ ഷെയ്ഡായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാം. അപ്പോൾ ഇത് 2 പീസിൻ്റെ ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ. ഇതും ഒരു ടിഷ്യൂല് വരുന്നതാണ്. ടിഷ്യൂല് ഗ്രീൻ. ഇതിൻ്റെ പാൻറ് മാനിക്യൂണിൽ ഇട്ടത് അതാണോ? സെയിം അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ആ മാനിക്യൂണിൽ കിടക്കുന്നത്. ഇതാ കളർ ചാർട്ട്. ഇത് ഈ ഒരു കളർ ഉണ്ട്, അത് കൂടാണ്ട് ആ മാനിക്യൂണിൽ കിടക്കുന്നത് അതൊരു വേറെ ഉണ്ടാവൂല അല്ലേ, നമ്മൾ തപ്പണം. ഇതിവിടെ ഇത് 4 കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അതിലത്തെ ഈ കളറാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇട്ടത് മാനിക്യൂണിൽ ഇട്ടിട്ടുള്ളത്. ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ. അടിപൊളിയാണല്ലോ. നല്ല പാച്ച് വർക്കൊക്കെ ചെയ്താൽ ഉടുത്ത് വരുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ഭംഗി അറിയുള്ളൂ. 2 പീസ് ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ജയ്പൂർ കോട്ടണിൽ. ഇത് പാൻറ്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് വരുന്നത് കാന്ത വർക്കിൽ ഇങ്ങനെ കേട്ടോ. 2 പീസിൽ കോട്ടൺ ആണ് വരുന്നത്. ലൈനിങ് ഉണ്ട് കേട്ടോ. ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെ 2 പീസിനും ചെയ്യുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് നമുക്ക് കുർത്തീസിൽ വരുമ്പോൾ നമുക്ക് 290 ആണ്. പക്ഷെ 2 പീസിൽ വരുമ്പോൾ 620 മുതൽ വരും. 20 വരെ. പിന്നെ റേറ്റ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കളർ ചാർട്ട് 2 പീസിൽ കേട്ടോ. ഇതിൻ്റെ ഈ കളറാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇതിൽ ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കോട്ട ചെക്കിൽ ഞങ്ങൾ ബ്രഷ് പെയിന്റ്. ഓ അടിപൊളി കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടോ, 1 സൈഡാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ബ്രഷ് പെയിന്റിന്റെ കളക്ഷൻസ് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ ഇവിടെ. ഇത് കളക്ഷൻസ് ഉണ്ട്. ഈ കാണുന്നത് 4 1 2 3 4 ഷെയ്ഡാണ് കേട്ടോ. ഒക്കെ നല്ല നല്ല ഷെയ്ഡുകളാണ് അല്ലേ വരുന്നത്. നല്ല നല്ല ഷെയ്ഡുകളാണ്. ഇനി ഇത് കോട്ടച്ചിക്കില് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് 2 പീസാണ് കേട്ടോ വിത്ത് പാൻറ്. ഇതാ വർക്ക്. അതിൻ്റെ കളർ ചാർട്ട് ഇത് 1 2 3 4 അങ്ങനെ 4 എണ്ണത്തിൻ്റെ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ. ഇതും 2 പീസ് തന്നെയാണ് വരുന്നത്. ഇത് കുറച്ച് ഹെവി മെറ്റീരിയൽ, ഒരു സിൽക്കി മെറ്റീരിയൽ ആണ്. പക്ഷേ സെമി സിൽക്കിൽ നല്ല ഹെവി മെറ്റീരിയൽ ആണ്. ഇത് 2 പീസിൽ വരുന്നതാണ്. യോക്കിൽ അത്യാവശ്യം വർക്കും വന്നിട്ടുണ്ട്, ത്രെഡ് വർക്ക്. അത് സിമ്പിളാണ് പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കുറച്ചൊരു റോയൽ ലുക്ക് ഫിനിഷ് അല്ലേ. ഫിനിഷിങ്ങും നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് 4 കളർ ഷെയ്ഡാണ് ഈ കാണുന്നത്. ഇത് മസ്ലിൻ വരണല്ലോ വെറൈറ്റി മെറ്റീരിയൽസ്. കല്ലിയിലുള്ള മസ്ലിനാണ്. അനാർക്കലി സ്റ്റൈലിൽ ഇതിന്റെ ബോട്ടം വരുന്നത്. അങ്ങനെ 2 പീസ് കേട്ടോ. പിന്നെയും വെറൈറ്റികളുണ്ട്. അപ്പോൾ കളർ ചാർട്ട് എന്തായാലും എല്ലാത്തിനും ഉണ്ടാവും കേട്ടോ നമുക്ക് കളേഴ്സ്. ഇപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതാണ് കാണുന്നത്. ഇത് 2 കളർ ഷെയ്ഡ് ഇനിയും ഉണ്ടാവണം. അത് എവിടേക്ക് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഇതും 2 പീസിലാണ്. അടുത്തത് വരുന്നത് 2 പീസ്. ഇത് പോക്കറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കണ്ടോ. ഇത് പാൻറ്റിൻ്റെ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ മൊഡാൽ സിൽക്കിൽ
മോഡൽ ചന്തേരിയിൽ 2 പീസാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ പോക്കറ്റിലും ആ ഒരു ടോപ്പിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാണുമ്പോൾ അങ്ങനെ വൃത്തികേടൊന്നുമില്ല. ഇതിൻ്റെ കളർ ചാർട്ട് നമുക്ക് ഇതാണ് ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന ഗ്രീൻ, ഇതിൻ്റെ കളർ ചാർട്ടാണ്. അപ്പോൾ മോഡൽ ചന്തേരിയിൽ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. 2 പീസിലാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതും ഹാൻഡ് വർക്ക്, നല്ല ഹാൻഡ് വർക്ക് ആണല്ലോ ചെയ്തിരിക്കുന്നത്. ഇത് സിംഗിൾ കുർത്തി അല്ലല്ല, 2 പീസാണ്. ഇതും 2 പീസ് തന്നെയാണ്. പാൻറ് അവിടെ. ഇതിന്റെ കളർ ചാർട്ട്, ഇതിന്റെ കളർ ചാർട്ട് ഏത് ഭാഗത്തായിരിക്കണേ കുട്ടികളെ? ഇതിൽ കളർ ചാർട്ട് ഉണ്ട്. എവിടെയൊക്കെയോ കഴിഞ്ഞ് തപ്പണം. ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. ഇതിപ്പോൾ ഈ ഇരിക്കണ ഫുൾ പീസ് ഇവിടെ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഫുൾ പീസ്. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കിയാലോ. ഇവിടെ ഉണ്ടാ? ഇത് ബാഗൽപൂരി 3 പീസാണ്. 3 പീസ് തുടങ്ങിയിട്ടാണ് നമ്മളിനി. ബാഗൽപൂരിയിൽ 3 പീസിൻ്റെ കോൺസെപ്റ്റ് അല്ലേ. അതിൽ ദുപ്പട്ട ഡബിൾ ഷെയ്ഡ്, ഡബിൾ കളറിലാണ് വരുന്നത്. പാൻറ് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ബാഗൽപൂരിയിൽ ഇത് ഡസ്കി പോലെ ആയിട്ട് നിൽക്കല്ലേ എപ്പോഴും. ഇതിൻ്റെ കളർ ചാർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന് പല പല പ്രിൻറ്റ്സ് ആയിരിക്കും. ഒക്കെ നമുക്ക് ആ ഒരു ബാട്ടിക് പ്രിൻറ്റ്, ആ പ്രിൻറ്റ്, ഈ പ്രിൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പ്രിൻറ്റ്സ് ഒക്കെ നമുക്ക് കിടക്കുന്നുണ്ടാവും. ഇനി ഇതൊക്കെ 3 പീസാണ്. ഇതിന് അപ്പുറത്തോട്ട് പോയാൽ അവിടെയും കാണാൻ പറ്റും കുറേ. ഇതും ബ്രഷ് പെയിന്റ് ചെയ്താട്ടോ. ബ്രഷ് പെയിന്റിൽ കണ്ടോ വർക്കും ഉണ്ടല്ലോ, ചെറുതായിട്ട് ഒരു ഹാൻഡ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ 3 പീസ്. അപ്പോൾ ഇത് ദുപ്പട്ടയുണ്ട്. അത് അപ്പുറത്തെ സൈഡിലാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ സ്റ്റോക്ക്. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് നമുക്ക് കാണാം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ. അപ്പുറത്തേക്ക് പോയാലോ, വരൂ. അപ്പോൾ ഇത് മുകളിലത്തെ ഫ്ലോറാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2nd ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് കേട്ടോ. അതിൽ വന്നു കഴിഞ്ഞാൽ 2 പീസും 3 പീസും ഒക്കെ കാണാൻ പറ്റും. ബ്രഷ് പെയിന്റിന്റെ കളർ ചാർട്ടാണ് ഇതൊക്കെ. കണ്ടോ, ബ്രഷ് പെയിന്റിന്റെ അല്ലേ ഇപ്പം നമ്മൾ പിടിച്ചിരിക്കുന്നതിൻ്റെ അല്ലേ. ഓക്കെ, ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അത് ഇവിടം വരെ ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെയാണ് പീസ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. 3 പീസാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ കളർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ 3 പീസ് ജോർജറ്റിന്റെ ഹെവി ജോർജറ്റിൽ വരുന്നത്. ദുപ്പട്ട നോക്ക്, ഫുൾ ഹെവി ആണല്ലോ. 1 സൈഡാണ് വർക്ക്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഫുൾ വർക്ക് പോലെ. ഇതിൻ്റെ ഈ സൈഡ് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ. പിന്നെ ബോട്ടം അതുപോലെ യോക്കിലും അത്യാവശ്യം വർക്ക് ഉണ്ട്, താഴെ വരെ വർക്ക് വന്നിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കളേഴ്സ് ഉണ്ട് കേട്ടോ. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇതാണ് ഇതിൻ്റെ കളർ ഓപ്ഷൻസ്. 1 2 3 4 കളർ എന്തായാലും ഉണ്ടാവും. ചെക്ക് കോട്ടന് 3 പീസ്, 3 പീസിൻ്റെ ദുപ്പട്ടയിൽ വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന വർക്കാണല്ലോ. ഇങ്ങനത്തെ എംബ്രോയ്ഡറി വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കണത് കേട്ടോ. ഒന്നും പുറത്തുനിന്നല്ല, ഒക്കെ എംബ്രോയ്ഡറി വർക്ക് വരെ നമ്മൾ ചെയ്യിപ്പിക്കും. ഇതിൻ്റെയാണോ ഈ കാണുന്നത് മൊത്തം ഇരിക്കുന്നത്? ഇത്ര കളേഴ്സ് ഉണ്ടല്ലോ. അതും ഇത്ര ബൾക്കായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വിത്ത് പാൻ്റ് ആയിരിക്കും 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതും 3 പീസിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. കാണിച്ചാലും തരില്ല, പക്ഷെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വ്യത്യാസങ്ങൾ എപ്പോഴും പ്രിന്റിനായാലും എല്ലാത്തിനും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബൾക്കായിട്ട് 50 പീസ് 100 പീസ് ഒരു ഒറ്റ കളറിൽ പറയുകയാണെങ്കിൽ അത് വേണമെങ്കിലും ഉണ്ട് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ കോട്ട ചെക്കിൽ തന്നെ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അതിൽ ദുപ്പട്ട 1 സൈഡ് ഒത്തിരി വർക്ക്. തിരിച്ചു കാണിച്ചോ. ദുപ്പട്ടയാണ് കേട്ടോ ഈ കാണുന്നത്. അത് ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് ഫുൾ വർക്കാണ്. അങ്ങനെ വിത്ത് പാൻറ് അടക്കം അങ്ങനെയാണ്. അതിൻ്റെ കളർ ചാർട്ട് ഇവിടെ അല്ലേ. കളറൊക്കെ നല്ല കളർ ചാർട്ടിൽ നമ്മൾ ചെയ്തത്. മുകളിൽ നിന്ന് തൊട്ട് ഇങ്ങനെ പിടിച്ചു. അത് ശരിക്കും 4 കളർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോന്ന് കളറ് ഓരോരോ റാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് റാക്കിൽ കളേഴ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം ഇതിൻ്റെ 3 പീസ് കോട്ടൺ ആണ് ഇത് വരുന്നത്. 60 കോട്ടണിൽ വരുന്നത്. അതിൻ്റെ ടോപ്പ് കലിയാണ് വരുന്നത് അല്ലേ. അനാർക്കലി സ്റ്റൈലിൽ 3 പീസ് 60 കോട്ടണിലാണ് കേട്ടോ വരുന്നത്. ഇതിൽ ദുപ്പട്ട ഉണ്ട് കേട്ടോ. ദുപ്പട്ട എൻ്റെ കയ്യിലുണ്ട്. ദുപ്പട്ട കോട്ടണിൽ തന്നെ 60 കോട്ടണിൽ വിത്ത് പാൻറ് അടക്കം. അതും സോഫ്റ്റ് ആണ്, നല്ല വലിയത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട കേട്ടോ. അതിൻ്റെ കളർ ചാർട്ട് ഇതാണ്. പക്ഷെ എല്ലാ കളേഴ്സും നല്ലതാണ്. എനിക്ക് ഈ ബ്ലൂ ഒക്കെ ഭയങ്കര ഇഷ്ടം. ലെവൻഡർ എന്നാൽ നോക്കുമ്പോൾ പിങ്കും നല്ലതാ, എല്ലാം നല്ലതാ. ഒക്കെ ഒന്നിലൊന്ന് വെച്ചൊന്ന്. വിചിത്ര സിൽക്കിൽ 3 പീസ്, വിചിത്രയിൽ ഫുൾ വർക്ക് വന്നിട്ടുള്ളതല്ലേ. ഇതിൽ ഇത് പാൻറ് വിത്ത് ദുപ്പട്ട. ദുപ്പട്ടയിൽ ചെറിയ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ.
ഇതാ ഇതിവിടെ സൈഡിലൊരു ഹെവി വരും, ഇപ്പുറത്തെ സൈഡിൽ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് വിചിത്രയില്ലേ. പിന്നെ ഇത് കട്ട് വർക്ക് വരുന്നത് കോട്ടയിലല്ലേ. കട്ട് വർക്ക് നമുക്ക് പാച്ച് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ കോട്ട ചെക്ക് മെറ്റീരിയലാണ്. അതിൽ ദുപ്പട്ടയിൽ ഫുൾ ത്രെഡ് വർക്ക് ഇതാ വിത്ത് ബോട്ടം സിൽക്കിൻ്റെ ഒരു കളർ ചാർട്ട് കാണിക്കാം. എവിടെ നോക്കിയാലും കുറേ ഉണ്ടല്ലേ കാണിക്കാനായിട്ട്. ഇതാണ് കളർ ചാർട്ട്. ഇതാ 1 2 ഈ കളേഴ്സാണ് വരുന്നത് കേട്ടോ. ഒരു പിസ്ത ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് ഉണ്ട്, മുകളിൽ കാണാൻ ഒരു ബ്ലൂ ഉണ്ട്, പിന്നെ അടിയിലത്തെ ഈ ഒരു പീച്ച് കളറുണ്ട്. അങ്ങനെ 4 കളർ ഓപ്ഷൻസും വരുന്നുണ്ട് കേട്ടോ. ഇത് വിചിത്രയിൽ വരുന്ന 3 പീസാണ്. വിചിത്രയിൽ കേട്ടോ. അത് നമുക്ക് ക്രോസ് സ്റ്റിച്ച് പോലെ അല്ല അല്ലേ, ഒക്കെ കാണുമ്പോൾ വ്യത്യാസമായിട്ട് വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതും നമുക്ക് ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്, കമ്പ്യൂട്ടർ വർക്കാണ്. അതിൻ്റെ കളർ ചാർട്ടാണിത്. ഇത് കാണുന്നത് കളർ ചാർട്ടുകൾ. ആ മോളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫുൾ കളർ ചാർട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മോളിൽ നിന്ന് ഇങ്ങനെ അടി വരെ ഫുൾ കളർ ചാർട്ടാണ് വരുന്നത്. ഇനി ഇത് 3 പീസാണ് കേട്ടോ കോൺസെപ്റ്റ്. ഇത് വരുമ്പോൾ 3 പീസ് തന്നെയാണ്. ഇത് 2 പീസാണ് അല്ലേ. ഇത് കണ്ടോ, ഒരു പ്ലീറ്റ് ഇട്ടിട്ട് ഇവിടെ മുകളിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു വർക്ക്. ഇതാകുമ്പോൾ സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ടാകുന്ന, കംഫർട്ടബിൾ കൂടുതലായിരിക്കും. കളർ ചാർട്ട് ഇതിന്റെ ഇവിടെയാ ഈ 2 കളർ. ആ മുകളിലത്തെ വൈറ്റും അത് തന്നെ. ഈ മുകളിലത്തെ ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടൽ ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ 2 ഷെയ്ഡാണ് മെയിൻ ആയിട്ടുള്ളത്. ഓഫ് വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട് ഭംഗി കാണാനായിട്ട്. കോട്ടണിൽ ഫുൾ പ്രിന്റ് വന്നിട്ടുള്ളത്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബോട്ടം. ദുപ്പട്ടയുടെ സൈഡിൽ ഒരു ഇത് വർക്ക്, ജെറിയുടെ വർക്ക് പോയിട്ടുണ്ടല്ലേ. ഇതാ ജെറിയുടെ വർക്കും കൂടി പോയിട്ടുണ്ട്. കോട്ടണിൽ സാധാരണ ഇതിങ്ങനെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ സെയിം യോക്കിൻ്റെ വർക്കാണ് കേട്ടോ ഇവിടെ ഈ പാച്ച് വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതും കോട്ടൺ തന്നെ അല്ലേ. കോട്ടൺ അനാർക്കലി സ്റ്റൈല് കോട്ടണിൽ വിത്ത് പാൻറ്റ്, അതുകൊണ്ട് കൂടെ മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട. അങ്ങനെ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ കളക്ഷൻസ് അല്ലേ. ഇത് മുകളിൽ നിന്ന് തൊട്ട് ഇങ്ങനെ പിടിച്ചു അടി വരെ ഫുള്ള് നമുക്ക് ആ ഒരു കോട്ടണിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് ഏതാ, 3 പീസ് തന്നെയാണ്. 3 പീസ് തന്നെയാണ്. 3 പീസിൽ വിചിത്ര സിൽക്കിലാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നമുക്ക് ഫുൾ ഗ്ലാസ് സീക്വൻസ് ഇതിനെ പറയുന്നത്. ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് വർക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷൈനിങ് ഉണ്ടാവും, എന്നാൽ ഒരു സീക്വൻസ് വർക്ക് വെച്ചു അങ്ങനെ ഒരു ഫീലിങ്ങും ഉണ്ടാവില്ല. അതിൻ്റെ കളർ ചാർട്ട് നമ്മൾ കളർ ചാർട്ട് തപ്പി നടക്കുകയാണ്. എവിടെയാണ് കുട്ടികൾക്ക് അറിയുള്ളൂ. കുട്ടികളെ ഒന്ന് വരുമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇതിൻ്റെ കളർ ചാർട്ട് എവിടെയാണ് ഇരിക്കുന്നത്? ഓക്കെ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, കണ്ടില്ല. ഇതാണ് കളർസ് വരുന്നത്, അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ക്യാമറമാൻ നേരത്തെ കണ്ടുപിടിച്ചു തോന്നുന്നുണ്ട്. ഞാൻ ബാക്കിലേക്ക് വരുമ്പോഴേക്കും ആള് കണ്ടുപിടിച്ചു. ഡിജിറ്റലിൻ്റെ വർക്ക്. അത് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ലെവൻഡറിൽ. ദുപ്പട്ട നോക്കിയേ, ദുപ്പട്ടയിലും ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റ്, അതും ലെവൻഡറിലാണ് കേട്ടോ. ഇത് അടുത്തത് വിചിത്രയിൽ ഫുൾ പാച്ച് വർക്ക് വന്നിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വിചിത്ര എന്ന് പറയുമ്പോൾ. അതിൽ ഇത് സ്കാലപ്പിൻ്റെ വർക്ക് പോയിട്ടുണ്ട്. ഓവറോൾ ഇതിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്ന മൊത്തം. 1 2 3 4 അങ്ങനെ 4 സിൽക്കിൽ ദുപ്പട്ട നോക്കൂ. എന്ത് സിൽക്ക് എന്ന് ഒന്നുകൂടി പറഞ്ഞു കേട്ടാ. പുതിയതൊന്നല്ല, നമുക്ക് പഴയതാ അല്ലേ. ടെസ്കാനി സിൽക്ക് നമ്മൾ കോഴിക്കോട് വെച്ചിട്ടും കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്കാനി സിൽക്കിൽ തന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ എനിക്ക് ഇവിടെ മാത്രമേ കൂടുതൽ ഈ ടെസ്കാനി സിൽക്ക് കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത് ഡിജിറ്റൽ പ്രിന്റിന്റെ ദുപ്പട്ട ഇങ്ങനെ കോട്ടാച്ചക്കിൽ കേട്ടോ. അതിൽ 3 പീസ് തന്നെയാണ് കേട്ടോ ഇത് ഫുള്ള് വരുന്നത്, വിത്ത് ബോട്ടം വെയർ വരുന്നത്. അങ്ങനെ പിന്നെ ഈ കാണുന്നതൊക്കെ മൊത്തം കോട്ടൺ ഡെയിലി വെയർ. ഇതൊന്നും നമുക്ക് ഓടിപ്പിച്ച് കാണാം, കാരണം കുറേ ആയി. ഇതൊക്കെ നമുക്ക് കോട്ടണിൽ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ് ആണ് കേട്ടോ. അതിൽ ഫുൾ എംബ്രോയ്ഡറി വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൽ അങ്ക്രക്ക സ്റ്റൈൽ അങ്ങനെ പല പാറ്റേൺസ് വരുന്നുണ്ട്. ഇത് ജോർജറ്റിൽ നമുക്ക് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് സ്കാലപ്പ് ചെയ്തിട്ടുള്ള വർക്ക് ഒരു സൈഡ് പോയിട്ടുണ്ട് കേട്ടോ, വിത്ത് പാൻറ് അടക്കം. ഇതിൻ്റെ കളേഴ്സ് ഏത് ഭാഗത്തായിരിക്കണേ? ഇതാ എവിടെ കളേഴ്സ്? തപ്പണം നിലത്തിരിക്കണു. നിലത്തിരിക്കണു കളേഴ്സ്.
ഇതാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. ഇത് കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എന്നുവെച്ചാൽ 4 കളർ എന്തായാലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ടൈപ്പ് റെഡിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. 3 പീസിലാണ്. വേറെ കളറാണ് ബ്ലാക്ക് അല്ലേ? ആ, ഇതിങ്ങനെ കെട്ടായിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കണതിൻ്റെ കളർ ചാർട്ട് ഇവിടെ അതൊന്ന് നമുക്ക് കാണിക്കണമല്ലോ. ആ, അതേ ഇരിക്കുന്നു. അതിൽ 4-5 ഇത് ഇവിടെ മുകളിലും ഇരിക്കുന്നുണ്ട്, താഴത്തും ഇരിക്കുന്നുണ്ട്. ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, പിന്നെ ഇവിടെ താഴത്ത് ഇനിയും കളേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സും വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കളർ ചാർട്ടുകളാണ് കേട്ടോ. ബൾക്കായിട്ട് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഒക്കെ ഒറിജിനൽ മിററാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടാണ്, ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയും കാണിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒക്കെ ഇതൊക്കെ സെറോസ്കിര ഇതൊക്കെ സെറോസ്കിര. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ മുകളിൽ ഇരിക്കുന്നത് കേട്ടോ. 4 കളേഴ്സ് വരുന്നുണ്ട്. ലൈറ്റ് 2 ഗ്രീനും ലൈറ്റും ഡാർക്കും വരുന്നുണ്ട്. പിങ്കിൽ തന്നെ ലൈറ്റും ഡാർക്കും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഈ കളർ ഇപ്പോൾ ഇത്തിരി നടുക്കി കൂടെ വലിക്ക് ഓണറിന് അറിയില്ല കേട്ടോ. ഓണർ ഇവിടെ നിൽക്കാറില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത് അനാർക്കലി സ്റ്റൈലാണ്, പക്ഷേ എ ലൈനാണ് ഇതിൻ്റെ വരുന്നത്. പക്ഷെ കളേഴ്സ് അങ്ങനെ കാണാൻ പറ്റില്ല യോക്കായ കാരണേ. ഇതിൽ കളേഴ്സ് വരുമ്പോൾ ബ്ലൂവും പിസ്ത ഗ്രീന് പിന്നെ ഇത് എന്തൊക്കെയോ കളർ എന്ന് പറയും. പക്ഷെ ഒക്കെ കാണുന്ന അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല പുറത്തേക്ക്. ചിനോൺ സിൽക്കിൽ ഫ്രോക്ക് കോളർ വെച്ചിട്ടുള്ളത് അല്ലേ? അനാർക്കലി സ്റ്റൈൽ അതിൻ്റെ കളേഴ്സ് അല്ലേ? ഇത് അതിൻ്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ബ്ലാക്കിൽ ഇത് പോപ്കോൺ ഇപ്പോൾ എവിടുത്തെ ഓർമ്മ വന്ന വിശക്കുണ്ട്. സമയം എന്താണെന്നറിയോ? വെറുതെ അല്ല പോപ്കോണിൻ്റെ ഓർമ്മ വന്ന സമയം കാണിച്ചു തരാവാ. 2:15 ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പോൾക്കാടോട്ടാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പോപ്കോണായി മാറി. വിശക്കുന്നുണ്ട് മക്കളെ. എന്നിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കളക്ഷൻസ് കാണിച്ചു തരുന്നത്. കണ്ടോ, അടിപൊളി കളക്ഷൻസ് ഒക്കെ അല്ലേ? പോൾക്കാഡോട്ടിലാണ് കേട്ടോ വരുന്നത്. ബ്ലാക്കിൽ ഫുൾ വൈറ്റ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അനാർക്കലി സ്റ്റൈൽ. ഇത് കുറച്ച് ലോങ് സ്ലീവ് ആയിട്ട് ഒരെണ്ണം എനിക്ക് ചെയ്തു തരണം കേട്ടോ. എനിക്ക് ഈ അനാർക്കലി സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ കുറച്ച് നല്ല ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. വൃത്തികേടൊന്നും അങ്ങനെ പുറത്തേക്ക് കാണൂല. ഫ്രോക്ക് സ്റ്റൈൽ. ഇതാകുമ്പോൾ നമുക്ക് ജാക്കറ്റ് ടൈപ്പായിട്ട് വരുന്നതാണ് കേട്ടോ. അത് കോട്ടണിലാണ് വരുന്നത്. കോട്ടണിൽ ജാക്കറ്റ് ടൈപ്പ് ഇങ്ങനെ കെട്ടുന്ന ടൈപ്പായിട്ട് വരുന്നത്. ഇതിൻ്റെ കളർ ചാർട്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കളർ ചാർട്ട് ഈ സൈഡ് മൊത്തം കോട്ടൺ ആണ് ഇരിക്കണേ. അല്ല അങ്ങനെയല്ല, മിക്സ് ചെയ്ത് അതായത് ഇതിൻ്റെ കളർ ചാർട്ടാണ് ഈ കാണുന്നത്. ഇപ്പം ഞാൻ പിടിച്ചതിൻ്റെ വയലറ്റ്, പിന്നെ ഒരു ഗ്രീൻ ഉണ്ട്. ഇതൊക്കെ അതിൽ തന്നെ പെട്ടത് അല്ലല്ല. ഇതിൻ്റെ കോട്ടാണ്. ഓക്കെ, ജാക്കറ്റ് ടൈപ്പ് അല്ലേ? ജാക്കറ്റ് ടൈപ്പായിട്ട് അറ്റാച്ച്ഡ് ആണോ? അത് അറ്റാച്ച്ഡ് ആണല്ലേ? അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത് കോട്ടണിൽ. ഇത് അപ്പോൾ ഇത് കോട്ടണിലാണ് കേട്ടോ വരുന്നത്. ജയ്പൂർ കോട്ടൺ. ഇത് കോട്ടണിൽ തന്നെ ഒരു കല്ലിയാണ്. അനാർക്കലി ടൈപ്പ് കോട്ടണിൽ. അത് ഫുൾ പ്രിൻ്റാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഫുൾ പ്രിൻറ്റിലാണ് ഇതിൻ്റെ വർക്ക്. അതിൽ ഇക്കത്തിൻ്റെ പ്രിൻറ്റ് പോലെയുണ്ട്, എല്ലാം തന്നെ പ്രിൻ്റ് ഉണ്ട്. ഇനി ഇതാകുമ്പോൾ നമുക്ക് സാങ്കനീറ പ്രിൻറ്റിലാണ് ഇത് വരുന്നത്. ഇതും ജാക്കറ്റ് ടൈപ്പ് അല്ല. ഇതിൻ്റെ യോക്ക് ഇത്തിരി പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ഇട്ട് വരുമ്പോൾ കറക്റ്റ് ഭംഗിയിൽ ഇങ്ങനെ കിടക്കും. ഈ ഒരു വർക്ക് കോട്ടണിൽ റയോണിൽ വരുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ഇത് റയോണിലാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കളർ ചാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. കളർ ചാർട്ട് 4XL ഒക്കെ ഉണ്ട് കോട്ടണിൽ. 4XL ഓക്കെ. ഇത് കോട്ടൺ നല്ല ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റിൽ വരുന്നില്ലേ? നമുക്ക് ലൈനിങ് ഒന്നും ആവശ്യം വരില്ല അതിൽ. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ മിഷൻ കളർ ചാർട്ട് ഉണ്ട് ഇതിൽ കളർ ചാർട്ട് ഇഷ്ടം പോലെ. ഇത് കണ്ടോ, കലങ്കാരി വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു യോക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കളേഴ്സ് മാറി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇതില്ലേ, ഇത് ഫുള്ള് ഇതിൻ്റെ കളേഴ്സാണ് വരുന്നത് കേട്ടോ. അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറയാം. നമുക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ, എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഷേണൈസിലേക്ക് പോകുന്ന റോട്ടിൽ
ഇവിടെ പില്ലർ നമ്പർ അങ്ങനെ ഇല്ല, പില്ലർ നമ്പർ ഇല്ല. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കോൺവെന്റ് ജംഗ്ഷനിൽ വന്നിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ 2-3 നമ്പർ. ഇത് കോൺവെന്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദേവകന്യ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് വലിയൊരു കടയായിട്ട് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉള്ളിൽ 2 ഫ്ലോർ മൊത്തം ലേഡീസിൻ്റെ ഐറ്റംസ് ആണ്. ഇത് മാത്രമല്ല, യൂണിറ്റ് ഒരു 9 എണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാണ്ട് കോഴിക്കോടും ഉണ്ട്. ഇനി കോഴിക്കോട് ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റിൽ പോണവർക്ക് അങ്ങനെ വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ നമുക്ക് എറണാകുളത്തേക്ക് വരണമെങ്കിൽ വരാം. ഇനി അത് രണ്ടും പറ്റില്ല, നമുക്ക് ഓൺലൈൻ ത്രൂ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ആണ്. ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്ന പരിപാടി ഇല്ല. കാരണം ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ലാഗായി പോവും, ഡിസ്പാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ വീഡിയോ കോൾ ആകുമ്പോൾ നമുക്ക് അപ്പം കാണാം, എടുക്കാം, ഇത് പാക്ക് ചെയ്തോ, ഇതെടുത്തോ, ബില്ലിങ് ചെയ്യാം, പരിപാടി കഴിഞ്ഞ് ഉച്ച തിരിയുമ്പോഴേക്കും ഐറ്റംസ് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ഡോർ ടു ഡോർ ഡെലിവറി ആവും ചെയ്യും അല്ലേ. അപ്പോൾ ഇത് എറണാകുളത്താണ്, ദേവകന്യ. കുറച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ആണ് അല്ലേ. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 13 വർഷം. 13 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും എന്തൊക്കെയോ കാണിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. എന്താ സ്റ്റാഫ്മാർ എന്തെങ്കിലും പറയാണ്ടാ? അല്ല, ബോട്ടോ ഒന്ന് കാണിക്കാനായിരുന്നു. അങ്ങനെ ഒരു സംഭവം കൂടി, അതാണ് എന്നോട്. അതെവിടെ ഇരിക്കണേ? അതേത് പോർഷനിൽ? ബോട്ടത്തിന്റെ കളക്ഷൻസ് അതിപ്പോൾ എടുത്തിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാനാ പറയുന്നത്. ഇതിന്റെ ബ്ലാക്കും വൈറ്റും കൂടി ചെയ്തിട്ടുണ്ട്. സെയിം ബ്ലാക്കിൽ തന്നെ വൈറ്റിൽ തന്നെ അല്ലേ. ഇതാകുമ്പോൾ വൈറ്റിൽ നമുക്ക് ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് വരുന്നത്, ബ്ലാക്കിലാകുമ്പോൾ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ കോൺവെന്റ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ദേവകന്യ. ഇനി അവർ ബോട്ടം എടുത്തിട്ട് വരട്ടെ. അപ്പോൾ തെളിനിലത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ബണ്ടലൊക്കെ വന്നൂല്ലോ കുറേ. അതിങ്ങനെ 5 പ്രാവശ്യമായിട്ട് വണ്ടിയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും. 5 പ്രാവശ്യം യൂണിറ്റിൽ നിന്ന് ഇങ്ങനെ വരും ഇങ്ങനെ. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഒന്ന് തുറന്ന് കാണിക്കാൻ പറ്റുമോ നമുക്ക്? ആൾക്ക് എന്താ സംഭവം, ഹിന്ദിക്കാരനാന്ന് തോന്നുന്നു. എന്തോ ഭാഷ പറയണമെന്ന് മനസ്സിലായി. മലയാളം നെയ് മാലൂം. खोलो हाँ जस्ट एक खोल के दिखाओ ना. അപ്പോൾ ഫുൾ ഒരേ പാറ്റേണിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല സൈസസ് ഒക്കെ. ഓക്കെ ഇത് സെയിം ഒരൊറ്റ ഇതിൽ കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇതൊക്കെ യൂണിറ്റിൽ നിന്ന് ഇപ്പോൾ കെട്ടായിട്ട് ഇങ്ങനെ വരുമല്ലേ. ഓക്കെ അപ്പോൾ ഇത് മീഡിയം, ഇത് അപ്പോൾ ലാർജ് ആയിരിക്കും അല്ലേ? അല്ല ഒക്കെ മീഡിയം. ഒരു ബണ്ടില് ML XL XXL ആയിരിക്കും. ഓക്കെ ഇതിപ്പോൾ മൊത്തം മീഡിയം ആണ് കാണുന്നത്. ഇത് മീഡിയം മൊത്തം അല്ല, അങ്ങനെ. ഓക്കെ അങ്ങനെ കെട്ടായിട്ട് അറേഞ്ച് ചെയ്തിട്ടാ വരാന്നല്ലേ. അപ്പൊ ഇത് മീഡിയം, ലാർജ്, XL XXL 4 കെട്ടെല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഓക്കെ ഇത് കോട്ടണില്. അത് കോട്ടണിൽ വന്നത്. ഇത് കോട്ടണിൽ ഇപ്പൊ കെട്ട് വന്നത്, അത് പൊട്ടിച്ചെടുത്തോട്ടെ. അത് 4 എണ്ണത്തിന്റെ ഇങ്ങനെ സെറ്റ് ചെയ്ത അങ്ങനെ. അപ്പൊ അത് പറഞ്ഞ നിവൃത്തി എന്തെങ്കിലും കാണിക്കാം. ഇതൊക്കെ അപ്കമിങ് ഡിസൈൻസ് അല്ലേ, ജാക്കറ്റ് മോഡൽ അല്ലേ. ഇത് ജാക്കറ്റ് മോഡലായിട്ട് സിംഗിൾ ഒരു കുർത്തി 60-60 നല്ല ടൈപ്പ് കോട്ടൻ്റെ വരുന്നത് കേട്ടോ. ഇത് ബനാറസി 3 പീസ് അല്ലേ. ഇതൊക്കെ ഇനി മുകളിൽ സ്റ്റോക്ക് കയറ്റണം അല്ലേ. ഇത് അപ്പോൾ നമ്മൾ ബോട്ടം കാണിക്കാൻ വന്നത്, അപ്പോൾ കെട്ട് കണ്ടപ്പോൾ അവിടെ നിന്ന് പോയിട്ടോ. ഇനി ബോട്ടം ഇതുപോലെ ഇനി ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. വീഡിയോ കോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽ. ഇനി ബോട്ടമിൻ്റെ നമ്മൾ കാണിക്കാൻ പറ. ബോട്ടമിൻ്റെ ഒന്ന് കാണിച്ച കുട്ടികളെ. ഇതാ ബോട്ടമിൻ്റെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സൈസസ് കാര്യങ്ങൾ വരുന്നത്? നമുക്ക് L തൊട്ട് XXL വരെ അങ്ങനെ കെട്ട് 3 എണ്ണത്തിൽ. അപ്പോൾ ഇത് M ആണ്. M പോകുന്നത് കുറവാണ്. ഓക്കെ. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, അവർ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ലാർജ്, XL XXL XXL 4XL ഏത് വേണമെങ്കിലും കൊടുക്കും. അപ്പോൾ കെട്ട് വരുമ്പോൾ എങ്ങനെ എടുക്കണ്ട? അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഇത് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും. പക്ഷെ കടക്കാരൊക്കെ കൊടുക്കുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാ വരാ? ഈ ബോട്ടത്തിന്റെ അതെ അല്ല, അല്ലാണ്ട് ഏതൊക്കെ മെറ്റീരിയൽ ആണ് ഇത് വരുന്നുണ്ട്? ഇത് കോട്ടൺ തന്നെയാ. ഇത് കോട്ടൺ സിൽക്ക് സ്ലബ് ഇല്ലേ? ഇത് കോട്ടണില്, ഇത് കോട്ടൺ സ്ലബ് മെറ്റീരിയലിൽ വരുന്നത്. അത് ട്രൗസർ ടൈപ്പ് ആയിട്ടുണ്ട്, ലെഗിൻസ് ടൈപ്പ് ആയിട്ടുണ്ട്. ഇത് സിൽക്കിലാണ്, കോട്ടൺ സിൽക്കില്. ഇത് ഇങ്ങനെ കേട്ടോ. ഈ ഇലാസ്റ്റിക് ഒന്നും വലിഞ്ഞു പോകില്ല കേട്ടോ. കംപ്ലൈന്റ് വരികയില്ല. കംപ്ലൈന്റ് വരില്ല. ഇത് പിന്നെ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. ഇത് ഞങ്ങള് പിന്നെ കുറച്ച് ഫിനിഷ് ചെയ്യിപ്പിച്ചെടുക്കുന്ന മെറ്റീരിയലാണിത്. അതെ. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇഷ്ടമുള്ളത് കടക്കാർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നല്ലേ. ഇതൊക്കെ പാന്റിന്റെ കളേഴ്സ്. അപ്പോൾ ഇഷ്ടമുള്ളത് കടക്കാർക്ക് മാത്രം കേട്ടോ. അവർക്ക് കെട്ടായിട്ട് എടുക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇത് പോക്കറ്റ് അടക്കം വരുന്നതാണ്. അതുകൂടി 1 സൈഡ് പോക്കറ്റ് എന്തായാലും ഉണ്ടാവും അല്ലേ. ഇതാ
ബോട്ടത്തിൻ്റെ അപ്പോൾ അതാ കളേഴ്സ് ഇതൊക്കെ ബോട്ടം. അപ്പോൾ ബോട്ടംസും ഇവിടെ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അതും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. അതിൽ കറുപ്പ, വെളുപ്പ, ചുവപ്പ, നീല, ഒച്ച ഏത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബോട്ടംസ് വരുന്നത്. സൈസസ് നിങ്ങൾ പറഞ്ഞത് നമുക്ക് തയ്ച്ച് തരാൻ പറ്റും. അപ്പോൾ ഇത് കൂടാണ്ട് ലേഡീസിൻ്റെ ഐറ്റംസ് ആണ്. ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയുകയാണ്. നമുക്ക് എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവകന്യ എന്നുള്ളത്, ഇത് എൻ്റെ കടയാണ്, നിങ്ങളുടെ കടയാണോ പേടിച്ച് നിൽക്കണ പോലെ അവിടെ നിൽക്കണം. ഇങ്ങോട്ട് പറയും. കോൺവെൻറ്റ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് 10 അടി നടക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നിൽക്കാം? ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ഷോപ്പ്. അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിൽ ആകെ ഒരു ദൈവകന്യ എന്നുള്ള ചെറിയൊരു ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ട് ഒരു ഫീലിംഗ് കാണും. വീണ്ടും വീണ്ടും പറയാണ് കയറി വരണം മക്കളെ, അത്രയും നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതും 2 ഫ്ലോർ മൊത്തം നിറയെ കളക്ഷൻസ്. അതും ഇവിടെ മാത്രമല്ല, കോഴിക്കോടും ഇവർക്ക് ഷോപ്പ് വരുന്നുണ്ട്. കോഴിക്കോടിന്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കും. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത്, ന്യൂ ബസ് സ്റ്റാൻഡ്, സെക്കൻഡ് ഫ്ലോറിൽ സെഞ്ചുറി മാളിൽ തന്നെ നമുക്ക് 4 ബിൽഡിംഗ് അവിടെ വരുന്നുണ്ട്. സെഞ്ചുറി മാൾ, സെഞ്ചുറി കോംപ്ലക്സ്, അങ്ങനെ സെഞ്ചുറി മാളിലാണ് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് വരുന്നത്. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാല് കുത്തി കഴിഞ്ഞാന്ന് വെച്ചാൽ നമുക്ക് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുത്തുന്നത് നമുക്ക് മോളിലേക്ക് ആയിരിക്കും. അത്രയ്ക്ക് അടുത്താണ് വരുന്നത്. ഒന്ന് വിളിച്ചാൽ മതി. ഇനി കോഴിക്കോട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് വേണമെങ്കിൽ ഫോൺ നമ്പർ വേറെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ ഇനി അറിയാത്തവരാണെങ്കിൽ ഇവിടെ സ്ക്രീനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കടയിലത്തെ നമ്പർ. അത് അതിൻ്റെ ഏറ്റവും താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കുറേ പേര് അതിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്, കുർത്തീസ് അയച്ചതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏറ്റവും സ്ക്രീനിൽ കാണുന്ന നമ്പർ കടയിലെ നമ്പർ. അത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഷോപ്പിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഇനി എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കാൻ പാടുള്ളൂ, വിളിച്ചു ശല്യപ്പെടുത്തരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. വരൂ, ബൈ. അവിടെ നിന്ന് തൊട്ട് എന്നോട് ബൈ, അവിടെ ബൈ പറയും. ഇത്ര നേരം നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ബൈ പറഞ്ഞേ. ബൈ.